കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാറായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായി. കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. ഹലോ ഫ്രണ്ട്സ്, Don't touch my things. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തോർ ലവ് ആൻഡ് തണ്ടറിന്റെ പാർട്ട് 3 ആണ്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ എന്താണ് കണ്ടതെന്ന് വെച്ചാൽ, ഇനിയും ആളുകൾ ഒച്ചയുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അവരെ തട്ടിക്കറി വയ്ക്കാം. ദ ഗോഡ് ബുച്ചർ, ഞങ്ങൾക്ക് നിന്റെ സഹായത്തിന്റെ ആവശ്യമുണ്ട്. സിഫ് എന്റെ കൂട്ടുകാരിയാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് അവളെ രക്ഷിക്കാൻ വേണ്ടി പോകണം. ഇപ്പൊ നമുക്ക് ഗ്രൂപ്പായിട്ട് പിരിയേണ്ടി വരുമെന്ന് തോന്നുന്നു. നീ ഇപ്പോഴും സ്വയം കണ്ടെത്തിയിട്ടില്ല. നീ ശരിക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് നിനക്ക് ഇപ്പോഴും സ്വയം മനസ്സിലായിട്ടില്ല. ഞാൻ ഒരിക്കലും ഒരു പെണ്ണിനെ സ്നേഹിച്ചിരുന്നു, പക്ഷെ ഞങ്ങൾ ബ്രേക്കപ്പ് ആയി. നീ അധികം സംസാരിക്കണ്ട, സംസാരിച്ചാൽ നീ കരയും. നിനക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇനി കുറച്ചു നാളത്തേക്ക് എന്റെ സ്പേസ്ഷിപ്പ് നീ ഉപയോഗിച്ചോ. ഒരു സമ്മാനമായിട്ട് നീ അത് എടുത്തോ. സന്തോഷമായോ? എന്റെ പൊന്നു തോർ, അത് എന്റെ സ്പേസ്ഷിപ്പ് ആയിരുന്നു. താൻ അതിലേക്ക് വന്ന് കയറിയത്. എന്നിട്ട് ഇപ്പൊ എന്റെ സ്പേസ്ഷിപ്പ് എനിക്ക് തന്നെ തരുന്നു. കൊള്ളാലോ അത്. ഹേ ഗായ്സ്, ഹാപ്പി ജേർണി. നിങ്ങൾ കോഡിന്റെ കാക്കകളുടെ വേഗത്തിൽ സഞ്ചരിക്കാനും തിരിച്ചു വരാനും പറ്റട്ടെ. ഹേ കോർക്ക്. അങ്ങനെ നമ്മൾ വീണ്ടും ഒറ്റയ്ക്കായല്ലേ? അവര് പോയി. ഇനി ഞാനും നീയും, ഈ 2 ആടുകളും, പിന്നെ എന്റെ സ്റ്റോം ബ്രേക്കറും. ശക്തരിൽ ശക്തരായ ദൈവങ്ങളെയും നല്ലവരിൽ നല്ലവരായ ദൈവങ്ങളെയും പോലും അവൻ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് അവൻ വരുന്നത് ഭൂമിയിലുള്ള അസ്ഗാർഡിലേക്കാണ്. അസ്ഗാർഡിൽ എല്ലാവർക്കും സുഖമാണോ? എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ നീ? സത്യം പറ തോർ, നീ പണി കൊടുത്ത ആരോ അല്ല ഇപ്പൊ ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യുന്ന. ഹേ വോൾക്കയറി, ആരാ ഈ പുതിയ യോദ്ധാവ്? അവന്റെ പേരെന്താ? ഓ, അവനാണോ? ആക്ച്വലി അവനല്ല, അവളാണ്. അവളെ നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടും. മ്യോൾനിയർ, എത്ര നാളായിടാ കണ്ടിട്ട്. എന്റെ കയ്യിലേക്ക് വാ. അങ്ങനെ അവസാനം നിന്നെ എനിക്ക് തിരിച്ചു കിട്ടി. ജെയിൻ, ഇതൊക്കെ എങ്ങനെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ ഹെൽമെറ്റ് നശിക്കാനായിട്ട് ശ്വാസം കിട്ടുന്നില്ല. എന്നാലും എങ്ങനെ ജെയിൻ? തോർ, ഇതിനെപ്പറ്റി ഞാൻ നിന്നോട് വിശദമായിട്ട് പറയാം. ഇപ്പൊ ഒരു ഫൈറ്റ് നടക്കുമല്ലേ, നമുക്ക് അതിൽ ശ്രദ്ധിക്കാം. അപ്പൊ സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. എന്റെ പേര് അമിത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവി എക്സ്പ്ലെയിനർ. ന്യൂ അസ്ഗാർഡിൽ വെച്ച് എല്ലാവരും കൂടി ഷാഡോ മോൺസ്റ്റേഴ്സിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. തോറാണെങ്കിൽ ജെയിനെ വീണ്ടും കണ്ട ഷോക്കിൽ, അതും ജെയിന്റെ പുതിയ സൂപ്പർ പവറുകളും ജെയിൻ മ്യോൾനിയറിനെ കൺട്രോൾ ചെയ്യുന്നതും കണ്ട് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് തോറിനെ കണ്ട് അവനെ ആക്രമിക്കാൻ വേണ്ടി ഗോർ അങ്ങോട്ട് നടന്നെടുക്കുകയാണ്. നെക്രോസോഡ് ഗോറിനോട് ദൈവങ്ങളെല്ലാം കൊല്ലണമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. തോറും ഷാഡോ മോൺസ്റ്റേഴ്സിനെ വകഞ്ഞു മാറ്റി ഗോറിന്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. തോറിന് മനസ്സിലായി, ഇതാണ് എല്ലാവരും പറയുന്ന ആ ഗോഡ് ബുച്ചർ എന്ന്, ദൈവങ്ങളെ കൊല്ലുന്നവൻ. അവരടുത്തെത്തിയതും തോർ സ്റ്റോം ബ്രേക്കർ ഉപയോഗിച്ച് ഗോറിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഗോർ പെട്ടെന്ന് അവിടുന്ന് മാഞ്ഞുപോയി. ഇങ്ങനെ ടെലിപ്പോർട്ട് ആവാനുള്ള ഒരു കഴിവും ഗോറിനുണ്ട്. എന്നിട്ട് ഗോർ പെട്ടെന്ന് തോറിനെ പിന്നിലൂടെ ആക്രമിക്കുവാണ്. പ്രതീക്ഷിക്കാതുണ്ടായ അറ്റാക്ക് ആയതുകൊണ്ട് തോറിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. നെക്രോസോഡിന്റെ പവർ കാരണം തോർ താഴെ തെറിച്ചു വീണു. വീണ്ടും അറ്റാക്ക് ചെയ്യുമെന്ന ഗോറിനെ ഈ വട്ടം തോർ അടിച്ച് താഴെയിടുവാണ്. മിന്നലിന്റെ ശക്തി ഉപയോഗിച്ച് ഗോറിനെ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും ഗോർ എപ്പോഴും ഇങ്ങനെ ടെലിപ്പോർട്ട് ആവും. ആക്രമണം വരുമ്പോ തന്നെ അയാൾ മാഞ്ഞു പോകും. അതുകൊണ്ട് തോറിന് ശരിക്കും അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ തോർ ഗോറിന്റെ ശക്തിയെ പറ്റി അത്രയ്ക്ക് ചിന്തിച്ചിട്ടുണ്ടാവില്ല. കാരണം രൂപം കൊണ്ട് അത്ര വലിയ പവർ ഇല്ലാത്ത ആളായിട്ടാണ് ഗോറിനെ കാണുമ്പോൾ തോന്നുക. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഗോർ തോറിനെ വലിച്ചെടുത്തുകൊണ്ട് വന്ന് ഒരു സ്ഥലത്ത് ചേർത്ത് നിർത്തുവാണ്. എന്നിട്ട് നെക്രോസോഡ് തോറിന്റെ കഴുത്തിന് നേരെ വെക്കുന്നു. പക്ഷെ ഇത് നെക്രോസോഡാണെന്ന് തോറിന് മനസ്സിലായി. കാരണം കാലാകാലങ്ങളായിട്ടുള്ള ഒരു കഥയായിരിക്കും ഇത്. ദൈവങ്ങൾക്കിടയിൽ കാലങ്ങൾക്ക് മുന്നേ ദൈവങ്ങളെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ ഈ നെക്രോസോഡിനെ പറ്റി ഒരുപാട് ഭയം പരന്നിട്ടുണ്ടാവും. ഇതെനിക്കറിയാം, ഇത് നെക്രോസോഡ് അല്ലേ? ഇതിനെപ്പറ്റി ഞാൻ കഥകളിൽ മാത്രമേ വായിച്ചിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിനക്കറിയാമായിരിക്കും ഈ വാൾ ഉപയോഗിച്ച് ദൈവങ്ങളെ വേദനിപ്പിക്കാൻ പറ്റുമെന്ന്. അറിയില്ലേ? വേദന എന്ന് പറയുന്നത് പേടിത്തൊണ്ടന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്.
പറയാണ്, വേദന എന്താണെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ നീ വളന്റെ കഴുത്തിൽ ചെറുതായിട്ട് കുത്തും, എനിക്ക് വേദനിക്കുന്നുണ്ട്, ഇതിനൊടുക്കത്ത് മൂർച്ചയാണല്ലോ. ഇങ്ങനെ പറഞ്ഞ് തോർ നെക്രോസോഡിനെ മാറ്റി ഗോറിനോട് ഫൈറ്റ് ചെയ്യാൻ നോക്കുവാണ്. പക്ഷെ ഗോർ വീണ്ടും തോറിന്റെ പ്രതീക്ഷ തെറ്റിച്ചു. ഗോർ തോറിന് അടുത്തുള്ള കാറിലേക്ക് ഇടിച്ചു തെറിപ്പിക്കുവാണ്. കാറിന്റെ ഒരു സൈഡ് അങ്ങനെ തന്നെ ചളുങ്ങിപ്പോയി. എന്നിട്ട് ഷാഡോ മോൺസ്റ്റേഴ്സിനെ ഉണ്ടാക്കി തോറിനെ അവിടെ തടഞ്ഞു വെക്കുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഗോറിന്റെ ലക്ഷ്യം തോറിനെ കൊല്ലുക എന്നതല്ല, ദൈവങ്ങളെ കൊന്നു മുന്നേറുന്ന കൂട്ടത്തിൽ തോറിനെയും കൊല്ലുമായിരിക്കും. പക്ഷെ ഗോർ വന്നിരിക്കുന്നത് തോറിന്റെ ആയുധമായിട്ടുള്ള സ്റ്റോം ബ്രേക്കർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് തോർ ന്യൂസ് ഗാർഡിൽ വന്ന് ഇറങ്ങി കണ്ടപ്പോ ഗോർ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നത്. ഷാഡോ മോൺസ്റ്റേഴ്സ് പിടിച്ചു വെച്ചിരിക്കുന്ന തോറിന്റെ കയ്യിലിരിക്കുന്ന സ്റ്റോം ബ്രേക്കർ ഗോർ ചെന്ന് വാങ്ങാൻ ശ്രമിക്കുവാണ്. പക്ഷെ അപ്പൊ തോറിന് ദേഷ്യം വന്നു. തന്റെ ആയുധത്തിൽ വേറൊരാൾ തൊടുന്നത് തോറിന് സഹിക്കാൻ പറ്റില്ല. പെട്ടെന്ന് തോറിന്റെ ശരീരത്തിലൂടെ വീണ്ടും ഇടിമിന്നൽ പായാൻ തുടങ്ങി. അവന്റെ കണ്ണുകൾ മിന്നിത്തിളങ്ങി. ഷാഡോ മോൺസ്റ്റേഴ്സിന്റെ കെട്ടുപൊട്ടിച്ച് തോർ ഗോറിനെ കഴുത്തി പിടിച്ച് പൊക്കുവാണ്. എന്നിട്ട് എന്റെ ആയുധത്തിൽ തൊട്ടുപോകരുതെന്ന് പറഞ്ഞ് ഗോറിനെ ദൂരേക്ക് വലിച്ചെറിയുന്നു. ഗോർ വീണ്ടും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും തോറിന്റെ ഒപ്പം വാൾക്കയറിയും ജെയിൻ ഫോസ്റ്റർ അല്ലെങ്കിൽ ലേഡി തോറും കൂടി വരുന്നുണ്ട്. ആക്ച്വലി ജെയിനെ നമ്മൾ ഇനി മൈറ്റി തോർ എന്നാണ് വിളിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് ശരിക്കുള്ള പേര്. എന്തായാലും എതിരാളികളുടെ എണ്ണം കൂടിയത് കണ്ടപ്പോ ഗോർ തൽക്കാലം പിൻവലിഞ്ഞു. തോർ ഇടിമിന്നൽ വെച്ച് ഗോറിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷെ അയാൾ അപ്പോഴേക്കും മാഞ്ഞുപോയി. എന്തായാലും ഗോർ ഒരു പേടിത്തൊണ്ടനാണെന്ന് തോർ അങ്ങോട്ട് തീരുമാനിക്കുവാണ്. പക്ഷെ സത്യാവസ്ഥ അതായിരുന്നില്ല. ഗോറിന് വേറെ പ്ലാൻ ഉണ്ടായിരുന്നു. ന്യൂസ് ഗാർഡിൽ ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ തന്റെ ഷാഡോ മോൺസ്റ്റേഴ്സിന് വെച്ച് ഗോർ തട്ടിക്കൊണ്ടുപോവാണ്. എല്ലാ പിള്ളേരെയും പിടിച്ചുകൊണ്ടുപോയി. എന്നിട്ട് വലിയ കൂർത്ത പല്ലുകളും ശരീരവുമുള്ള ഒരു ഷാഡോ മോൺസ്റ്ററിന്റെ ഉള്ളിൽ കുട്ടികളെ തടവിലാക്കുവാണ്. ഇത് അകലെ നിന്ന് അറിയുന്ന തോർ നേരെ അങ്ങോട്ട് ചാടി ചെല്ലുവാണ്. കൂടെ ജെയിനും ചെല്ലുന്നുണ്ട്. പക്ഷെ തോർ ആക്രമിക്കാൻ പോയപ്പോഴേക്കും ഷാഡോ മോൺസ്റ്റേഴ്സും ഗോറും കുട്ടികളും കൂടി നിഴലിന്റെ ഉള്ളിൽ കൂടെ മാഞ്ഞു പോവാണ്. ഇത് ഗോറിന്റെ ഒരു വല്ലാത്ത പവർ തന്നെ. നിഴലുകളെ കൺട്രോൾ ചെയ്യാനും നിഴലിൽ കൂടെ മാഞ്ഞു പോവാനും ഇഷ്ടമുള്ളപ്പോൾ ടെലിപ്പോർട്ട് ആവാനുമുള്ള കഴിവ്. പിന്നെ എന്ത് ചെയ്യണമെന്ന് തോറിന് മനസ്സിലായില്ല. അവനാകെ നിസ്സഹായനായി പോയി. ഇപ്പൊ കുട്ടികൾ നഷ്ടപ്പെട്ട പാരന്റ്സിന്റെ അടുത്ത് എന്ത് പോയി പറയും? അവരെ രക്ഷിക്കാൻ എപ്പോഴും തോർ ഉണ്ടാവുമെന്നാണ് അവരുടെയൊക്കെ വിചാരം. തോറും ജെയിനും ഒക്കെ കൂടി അടുത്തുള്ള സ്ഥലങ്ങളിൽ പോയി കുട്ടികളുണ്ടോ തിരയുന്നുണ്ട്. പക്ഷെ കുട്ടികൾ എവിടെ ഒന്നുമില്ല. ഈ സമയത്ത് ജെയിൻ അങ്ങോട്ട് വരുന്നുണ്ട്. അവൾ ഈ ലോകം തന്നെ ഓൾറെഡി 2 വട്ടം ചുറ്റി നോക്കിയിട്ടാണ് വരുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ എവിടെയും കുട്ടികളെയോ ഗോറിനെയോ കാണാൻ പറ്റിയിട്ടില്ല. തോറിന് ഷാഡോ മോൺസ്റ്റേഴ്സ് എന്ന് കേൾക്കുമ്പോഴേ ഇപ്പൊ ഉറപ്പാണ്. എന്തായാലും തന്നോട് ഏറ്റുമുട്ടാൻ പേടിയായതുകൊണ്ടാണ് ഗോർ ഓടിപ്പോയെന്ന് തോർ വിചാരിക്കുന്നു. ജെയിൻ പറയാൻ തുടങ്ങി, എന്തായാലും നമ്മൾ ഇങ്ങനെ കണ്ടുമുട്ടെന്ന് വിചാരിച്ചില്ല. ശരിക്കും നമ്മൾ കണ്ടിട്ട് എത്ര കൊല്ലമായി? 3 അതോ 4 ഒന്നല്ല ജെയിൻ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 8 വർഷം 7 മാസം 6 ദിവസം ഇത്രയും കാലം കടന്നുപോയി. ഞാനൊന്നും മറന്നിട്ടില്ല. അവസാനമായിട്ട് നീ എന്നെ വിട്ടു പോയപ്പോ ഒരു കത്ത് മാത്രം എഴുതി വെച്ച് അറ്റ്ലീസ്റ്റ് നിനക്ക് ആ കാര്യം എന്നോട് നേരിട്ട് പറഞ്ഞിട്ട് പോയിരുന്നില്ലേ? പക്ഷെ തോർ, നീ അതൊന്നും കൂടി ആലോചിച്ച് നോക്ക്. നീ ഒരു ദിവസം എന്നോട് പറയാതെ എങ്ങോട്ട് പോയി? നിന്റെ ഫൈറ്റുകൾ ചെയ്യാൻ, നിന്റെ കാര്യങ്ങൾ ചെയ്യാൻ. അങ്ങനെ കുറെ ദിവസമായപ്പോ ഞാൻ എഴുതി വെച്ചിട്ട് പോയി. നിന്നെ അവിടെ ഒന്നും കണ്ടില്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്ത്. ഓക്കെ ജെയിൻ, ഇനി അത് പറഞ്ഞ് നമ്മൾ വഴക്കടിക്കണ്ട. നമ്മളുടെ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നു. ഹേയ് തോർ, അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ കാര്യങ്ങളല്ല അത്. അതൊക്കെ ഇനി സംസാരിക്കേണ്ട ആവശ്യം പോലും ഇല്ല. അതൊക്കെ അന്നേ അവസാനിച്ചതല്ലേ? ഓ അതെ അതെ, എല്ലാം അവസാനിച്ചു. ആക്ച്വലി ഞാൻ ഈ വർഷത്തിന്റെയും മാസത്തിന്റെയും ദിവസത്തിന്റെയും കണക്കൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ നിന്നെ പറ്റി അങ്ങനെ ആലോചിക്കാറൊന്നുമില്ല കേട്ടോ. അതൊക്കെ ഞാൻ അന്ന് വിട്ടു. അല്ലെങ്കിൽ ലവിന്റെ പേരിലൊക്കെ ആരെങ്കിലും വിഷമിച്ചിരിക്കോ? ഞാനൊരിക്കലും അങ്ങനെ ചെയ്യില്ല. നീയും വിഷമിച്ചില്ലല്ലോ അല്ലേ? എന്തായാലും തനിക്ക് വിഷമില്ലാന്ന് കാണിക്കാൻ വേണ്ടിയാണ് തോർ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇപ്പൊ അവിടെ എല്ലാവരും പരിഭ്രാന്തിയിലാണ്. ന്യൂസ് ഗാർഡിലെ കുട്ടികളെല്ലാം പോയിരിക്കുക. അസ്ഗാർഡുകാരുടെ ഭാവിയാണ് പോയിരിക്കുന്നത്. പാരന്റ്സ് ഒക്കെ ഭയങ്കര കരച്ചിലും പിടിച്ചിലും. ഇപ്പോ അവിടുത്തെ ഇൻചാർജ് വാൾക്കേറിയാണല്ലോ അവരുടെ റാണി. അപ്പൊ എല്ലാവരും ഒന്ന് വാൾക്കേറിയുടെ അടുത്താണ് പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാൾക്കേറി പിള്ളേരെ എന്തായാലും കണ്ടെത്തുമെന്ന് എല്ലാ പാരന്റ്സിനോടും പറയുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഷാഡോ മോൺസ്റ്റേഴ്സിന്റെ കൂടെ ഫൈറ്റിനിടയ്ക്ക് പരിക്കേറ്റവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനും പറയുന്നുണ്ട്. ഈ അസ്ഗാർഡുകാരെയൊക്കെ ചികിത്സിക്കാൻ നമ്മുടെ ഭൂമിയിലെ ഹോസ്പിറ്റലിനൊക്കെ പറ്റുമെന്നാണ് എന്റെ ഒരു സംശയം. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് വെറുപ്പിക്കാനായിട്ട് ആ നാടക കമ്മിറ്റിക്കാർ കയറി വരുവാണ്. ഇപ്പൊ ഇവിടെ പിള്ളേര് പോയതുകൊണ്ട് എല്ലാവരും വിഷമിച്ചിരിക്കുവാണല്ലോ. അപ്പൊ അവരെ ഒന്ന് എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഒരു നാടകം കൂടി വെച്ചാലോ എന്നാണ് അവര് ചോദിക്കുന്നത്. ഭാഗ്യത്തിന് വാൾക്കേറി തെറിയൊന്നും പറഞ്ഞില്ല. വാൾക്കേറി ദേഷ്യപ്പെട്ടൊന്നും പറയാതെ പോയി. മൗനം സമ്മതമാണെന്ന് വിചാരിച്ച് അവര് പുതിയ നാടകത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതാനും തുടങ്ങി. ഇപ്പൊ തോറും കോർഗും കൂടി ജെയിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. ഇവരുടെ പഴയ കാര്യങ്ങളൊക്കെ കോർഗിന് നന്നായിട്ട് അറിയാം. ജെയിനെ കണ്ടിട്ട് തോറിന് പണ്ടത്തേക്കാളും ലുക്കായിട്ട് തോന്നുന്നത്. നമ്മൾ നേരത്തെ കണ്ട പോലെ ജെയിനെ നഷ്ടപ്പെട്ടതിൽ തോർ എപ്പോഴും വിഷമത്തിൽ തന്നെയായിരുന്നു. അപ്പൊ ഈ എക്സിനെ കാണുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതും എക്സ് ലവർ താനില്ലാതെയും ഇപ്പോഴും നല്ല സന്തോഷത്തിലാന്ന് അറിയുമ്പോഴുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഇത് അതാണ് തോറിന് തോന്നുന്നത്. ജെയിനോട് പോയി വീണ്ടും ഐ ലവ് യു എന്ന് പറയണമെന്ന് തോറിന്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവനത് തുറന്ന് സമ്മതിക്കില്ല. സ്വന്തം സെൽഫ് റെസ്പെക്റ്റും വിലയും കളയാൻ പാടില്ലല്ലോ. എന്താ തോറ ഇങ്ങനെ നോക്കുന്നേ? നീ പറഞ്ഞു മാത്രമേ ഞാൻ ജെയിനെ പറ്റി കേട്ടിട്ടുള്ളൂ. ആ ജെയിൻ പോസ്റ്റർ തന്നെയാണോ ഇത്? എന്റെ കോർഗ്, അത് പോസ്റ്ററും നോട്ടീസൊന്നും അല്ല. ജെയിൻ ഫോസ്റ്റർ, അതാ അവളുടെ പേര്. അവളെ പോലെ തന്നെ അവളുടെ പേരും എത്ര മനോഹരമാണല്ലേ. അങ്ങനെ അവള് തോറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടല്ലേ? അങ്ങനെ അവള് നിന്നെ വിട്ടു പോയല്ലേ? അതെ കോർഗ്, കുറെ നാൾ മുന്നേ അവൾ എന്നെ വിട്ടുപോയി. വീണ്ടും ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട് തോർ, നിന്റെ പഴയ കാമുകി അവൾ നിന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. അവളുടെ കയ്യിലാണെങ്കിൽ നിന്റെ പഴയ ചുറ്റിക. സോ നിന്റെ 2 എക്സുകൾ ഒരുമിച്ച് നിന്ന് ചിരിക്കുക. നിന്റെ ജെയിനും നിന്റെ മ്യോൾനിയറും. വല്ലാത്ത അവസ്ഥ തന്നെ നിന്റെ. ഈ സമയത്ത് തോർ ജെയിന്റെ കയ്യിലിരിക്കുന്ന മ്യോൾനിയറിനെ തന്റെ കയ്യിലേക്ക് വരുത്താൻ പറ്റുമോ എന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുവാണ്. എന്റെ മ്യോൾനിയർ, നീ എന്റേതാണ്. എന്റെ കയ്യിലേക്ക് വാ. നിന്നെ പിരിഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? എനിക്ക് നിന്നെ വീണ്ടും കയ്യിൽ പിടിക്കണം.
കൈപിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നീ എന്റെയാണ് മ്യോൾനിയർ, എന്റെ മാത്രം. കം ടു ഡാഡി, കമോൺ റ മ്യോൾനിയറെ, കമോൺ. പെട്ടെന്നാണ് സ്റ്റോം ബ്രേക്കർ അങ്ങോട്ട് വരുന്നത്. സ്റ്റോം ബ്രേക്കറിന് മനസ്സിലായി തോറിന് മ്യോൾനിയറായിട്ട് എന്തൊക്കെയോ ചുറ്റികളി ഉണ്ടല്ലോ എന്ന്. ഞാൻ പറഞ്ഞല്ലോ, മ്യോൾനിയർ ഉണ്ടായിരിക്കുന്നത് ഒരു ടീനേജർ ആയിട്ടുള്ള ഗ്രൂട്ടിന്റെ കൈ ഉപയോഗിച്ചാണ്. പിന്നെ ആയുധങ്ങൾക്ക് സ്വയം ചിന്തിക്കാനുള്ള കഴിവുണ്ട്. ഇപ്പൊ നമ്മുടെ സ്റ്റോം ബ്രേക്കറിന് തോന്നുവാണ് തോറിന് മ്യോൾനിയറിനോട് ഒരു ഇഷ്ടക്കൂടുതലുണ്ടെന്ന്. അപ്പൊ സ്റ്റോം ബ്രേക്കറിന് മ്യോൾനിയറിനോട് ഒരു അസൂയ തോന്നുവാണ്. അതുപോലെ തോർ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്റ്റോം ബ്രേക്കറിന് ഒരു വിഷമവും തോന്നുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ലവർ ആളുടെ പഴയ എക്സുമായിട്ട് സംസാരിച്ച് നിൽക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലൊരു ഇതുണ്ടാവില്ലേ, ആ ഒരു ഇതാണ് സ്റ്റോം ബ്രേക്കറിന് തോന്നുന്നത്. പാവം സ്റ്റോം ബ്രേക്കർ വായ തുറന്നെന്തെങ്കിലും പറയാന്ന് വിചാരിച്ച വായുവില്ല. എന്തായാലും തോറിന് കാര്യം മനസ്സിലായി. ഹേയ് സ്റ്റോം ബ്രേക്കർ, ഞാൻ നിന്നെ തന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. എവിടെയായിരുന്നു നീ? കുറച്ച് നേരമല്ലോ കണ്ടിട്ട്. സുഖമല്ലേ? ഞാൻ കൈ നീട്ടി വിളിച്ചുകൊണ്ടിരുന്നത് നിന്നെ തന്നെയാ, അല്ലാതെ ആരെ വിളിക്കാനാ. അങ്ങനെ തോർ തൽക്കാലം സ്റ്റോം ബ്രേക്കറിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് വാൾക്കേറിക്ക് ഒറ്റയ്ക്ക് എല്ലാ തിരക്കുകളും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ തോറിന് തോന്നി ഇവിടെ ഒന്ന് മെയിൻ ആയാലോ എന്ന്. എന്തായാലും അസ്ഗാർഡിലെ രാജാവാവേണ്ട ആളാണല്ലോ തോർ. ആ ചുമതല അവൻ വാൾക്കേറിക്ക് കൊടുത്തെന്നേ ഉള്ളൂ. പിന്നെ പഴയ എക്സിന്റെ മുന്നിൽ ഒരു ഷോ ഇറക്കാൻ അവസരം കിട്ടിയ ആരായാലും ഇറക്കും. എല്ലാവരും നിർത്തൂ എന്റെ പ്രിയപ്പെട്ട അസ്ഗാർഡിയൻസ്, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. തോർ ഇങ്ങനെ പറഞ്ഞതും എല്ലാവരും നിശബ്ദരായി. രാജാവിന് എന്ത് ക്യൂ എന്ന് പറയുന്നത് പോലെ എല്ലാവരും തോറിന് വേണ്ടി വഴിയൊരുക്കുവാണ്. തോർ കുറച്ച് സീനൊക്കെ ഇട്ട് ഒരു ഹീറോയെ പോലെ അങ്ങോട്ട് നടന്നു വരുവാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ അസ്ഗാർഡിയൻസ് ആണ്. നമ്മൾ ഇന്ന് ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കാറുള്ളത്. പരസ്പരം തമ്മിലടിക്കരുത്, പരസ്പരം കുറ്റപ്പെടുത്തരുത്. ഈ അവസ്ഥയെ എങ്ങനെ മറികടക്കാമെന്ന് ആലോചിക്കണം. ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? ഒരുത്തം വന്നു അസ്ഗാർഡിലെ എല്ലാ കുട്ടികളെയും തട്ടിക്കൊണ്ടുപോയി. അപ്പോഴേക്കും നിങ്ങളൊക്കെ പേടിച്ചു പോയോ? പേടിച്ചോ? അതും ഞാനുള്ളപ്പോ? നിങ്ങൾ വിഷമിക്കുന്നോ? ഈ ഞാനുള്ളപ്പോ? നമ്മളെല്ലാവരുടെ ഉള്ളിൽ ഒരു കുട്ടി ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്ന് കേട്ടിട്ടില്ലേ? കുട്ടികളെ കണ്ടെത്താൻ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കിയാൽ മതി. അങ്ങനെ തോർ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തോർ ജെയിനെ കാണിക്കാൻ ഷോ വർക്കാണെന്ന് വാൾക്കേറിക്ക് മനസ്സിലായി. ഈ സമയത്താണ് മീക്ക് അവിടെ ബോർഡിൽ എന്തൊക്കെയോ എഴുതി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മീക്ക് പറയുന്നത് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ആരാണ് മീക്ക് എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് തോറിന്റെ ബാക്ക് സ്റ്റോറി പറഞ്ഞിരുന്നു. എന്തായാലും ന്യൂസ് ഗാർഡിൽ റാണിയായിട്ടുള്ള വാൾക്കേറിയുടെ ഒരു സെക്രട്ടറി അല്ലെങ്കിൽ വലങ്കയാണ് മീക്ക്. മീക്ക് അവിടെ ബോർഡിൽ എന്തൊക്കെയോ കുത്തിക്കുറിക്കുന്നുണ്ട്. പക്ഷെ സത്യാവസ്ഥയിൽ ഇതുവരെ നടന്ന കഥയും ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന കഥയുമാണ് മീക്ക് അവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഇതാർക്കും മനസ്സിലായില്ല. ആ ബോർഡിലെ ചിത്രങ്ങൾ ഓരോന്നായി സൂക്ഷിച്ച് നോക്കിയാലാണ് ഈ കാര്യം മനസ്സിലാവും. പക്ഷെ അതത്ര ഇമ്പോർട്ടന്റ് ഒന്നുമല്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ. നിങ്ങളുടെ ആവശ്യം കുട്ടികളെ തിരിച്ചു വേണമെന്നാണ്, ശരിയല്ല? ഞാൻ ഇപ്പൊ പോയി ഉടനെ തിരിച്ചു വരാം. നിങ്ങൾ അതുവരെ മാത്രം കാത്തിരിക്കൂ, എല്ലാം നമ്മൾക്ക് ശരിയാക്കാം. അങ്ങനെ പറഞ്ഞു തോർ സ്റ്റോം ബ്രേക്കർ ഉയർത്തിയതും ബൈഫ്രോസ്റ്റ് തുറന്ന് അവൻ എങ്ങോട്ട് പോവാണ്. എന്തായാലും അവർ നിൽക്കുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂര പൊളിച്ചിട്ടാണ് തോർ പോകുന്നത്. വാൾക്കേറിക്ക് ദേഷ്യം വന്നു. പക്ഷെ എന്തുണ്ടായെന്ന് വെച്ചാൽ തോറിന്റെ കൺട്രോൾ തെറ്റി അവനവിടെ തൊട്ടടുത്ത് തന്നെ പോയി വീഴുവാണ്. ഇടയ്ക്ക് സ്റ്റോം ബ്രേക്കർ തോർ വിചാരിച്ച പോലെ പ്രവർത്തിക്കാറില്ല. ഇപ്പൊ പ്രത്യേകിച്ച് സ്റ്റോം ബ്രേക്കർ തോറിനോട് കുറച്ച് ദേഷ്യത്തിലാണല്ലോ. അതുകൊണ്ടായിരിക്കും സ്റ്റോം ബ്രേക്കർ മര്യാദയ്ക്ക് പ്രവർത്തിക്കാത്തതും ശരിക്ക് ബൈഫ്രോസ്റ്റ് ഉപയോഗിക്കാൻ പറ്റാത്തതും. തോർ സ്റ്റോം ബ്രേക്കറിനോട് ചോദിക്കുന്നുണ്ട്, എന്താ സ്റ്റോം ബ്രേക്കർ നീ ഇങ്ങനെ ചെയ്യുന്നത്? എനിക്ക് നിന്നെക്കാളും ഇഷ്ടം മ്യോൾനിയറിനോടാണെന്ന് വിചാരിച്ചിട്ടാണോ? എന്നാൽ തെറ്റാ, നീ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. തോർ ഇങ്ങനെ പോയി വീണതും ഇങ്ങനെ സ്റ്റോം ബ്രേക്കറിനോട് പറയുന്നതൊക്കെ ദൂരെ നിന്ന് എല്ലാവരും കാണുന്നുണ്ട്. അങ്ങനെ തോറിന്റെ ഓറ കുറച്ച് കുറഞ്ഞു പോയി. ദേഷ്യം പിടിച്ച തോർ തിരിച്ചങ്ങോട്ട് കയറി വരുവാണ്. അപ്പോഴാണ് കാണുന്നത് തോറിന്റെ ഡ്രസ്സ്, അതായത് ആ പിന്നി കെട്ടിയിരിക്കുന്ന റെഡ് തുണി ഉണ്ടല്ലോ, തോറിന്റെ കേപ്പ്, അതാകെ കീറി പറഞ്ഞു പോയി, തീ പിടിച്ചതുപോലെ. ബൈഫ്രോസ്റ്റി കൂടെ പോകുന്നതിന്റെ ഇടയ്ക്കാണല്ലോ തോർ അങ്ങോട്ട് തെറിച്ചു വീണ്. അപ്പൊ പറ്റിയതായിരിക്കും. പക്ഷെ നമ്മൾക്കറിയുന്നത് പോലെ ഇതൊന്നും തോറിന് പ്രശ്നമല്ല. അസ്ഗാർഡിയൻ മാജിക് വെച്ച് വീണ്ടും തോർ സെക്കൻഡുകൾ കൊണ്ട് സ്യൂട്ട് ശരിയാക്കും. ജെയിൻ പറയാൻ തുടങ്ങി, ഗൈസ് നമ്മൾ ഇനി കാര്യങ്ങൾ വേഗത്തിൽ ചെയ്തേ പറ്റൂ. ഇപ്പൊ വന്നവനെ പറ്റി നമുക്ക് എന്തൊക്കെ അറിയാം. അവൻ ദൈവങ്ങളെ കൊല്ലുന്നവനാണ്. അതെന്തിനു വേണ്ടി ചെയ്യുന്നെന്ന് അറിയില്ല, പക്ഷെ അവൻ ദൈവങ്ങളെ കൊന്നിട്ടുണ്ട്, ഇനിയും കൊല്ലും. ഇവിടുത്തെ പിള്ളേരൊക്കെ അവന്റെ കസ്റ്റഡിയിലാണ്. അവന് നിഴലുകളിലൂടെ സഞ്ചരിക്കാൻ പറ്റും. നിഴലിൽ നിന്ന് മോൺസ്റ്റേഴ്സിനെ ഉണ്ടാക്കാൻ പറ്റും, ഷാഡോ മോൺസ്റ്റേഴ്സ്. ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നത്. ഷാഡോ മോൺസ്റ്റേഴ്സ് എന്ന് കേൾക്കുമ്പോഴേ അറപ്പ് തോന്നുക. എനിക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലായി. അവന്റെ കയ്യിലിരിക്കുന്നത് നെക്രോസോഡാണ്. ഞാൻ കഥകളിൽ അതിനെ പറ്റി കേട്ടിട്ടുണ്ട്. ദൈവങ്ങളെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ വാളാണത്, ശപിക്കപ്പെട്ട വാൾ. അവൻ അത് വെച്ച് എന്നെ കുത്താൻ ശ്രമിച്ചു. അതൊരുപാട് ശക്തമാണ്. അതിന്റെ മൂർച്ച എനിക്കറിയാൻ സാധിച്ചു. പക്ഷെ എന്നെ കൊല്ലുന്നതിന് മുൻപ് അവൻ എന്റെ ആയുധം എടുക്കാനാണ് ശ്രമിച്ചത്, സ്റ്റോം ബ്രേക്കർ എടുക്കാൻ. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ നെക്രോസോഡ് ഉപയോഗിക്കുന്നവരെ അതൊരുപാട് സ്വാധീനിക്കും. അവരുടെ മനസ്സിനെ വളരെ നീചമാക്കി മാറ്റും. നെക്രോസോഡ് ഉപയോഗിക്കുന്നവരെ അത് ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കും. അവരുടെ ജീവശക്തിയെ ആ വാൾ എടുത്തുകൊണ്ടിരിക്കും. അപ്പൊ ഇതൊരു വൈറസ് ബാധിക്കുന്ന പോലെയാണോ? വേണമെങ്കിൽ അങ്ങനെയും പറയാം. ആ നെക്രോസോഡ് അവനെ ബാധിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് കളയാൻ സമയമില്ല. എവിടേക്കാണെങ്കിലും എത്രയും പെട്ടെന്ന് പോയേ പറ്റൂ. പെട്ടെന്നാണ് അവിടെ അന്തരീക്ഷത്തിൽ ഒരു കുട്ടിയുടെ മുഖം തെളിയുന്നത്. ഇവന്റെ പേര് ആസ്ട്രിഡ് ഹൈംദാൽ എന്നാണ്. ഒരു അസ്ഗാർഡിയൻ കുട്ടിയാണ്. തട്ടിക്കൊണ്ടുപോയ കുട്ടികളുടെ കൂട്ടത്തിലുള്ളവനാണ് ഇവൻ. പേര് കേട്ടപ്പോൾ മനസ്സിലായല്ലോ, ഹൈംദാലിന്റെ മകനാണ് ആസ്ട്രിഡ്. ഹൈംദാലിന്റെ കഴിവുകൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ലോകത്തിൽ നടക്കുന്ന എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും കാണാൻ പറ്റും. ഇഷ്ടമുള്ളപ്പോൾ തോറിനോട് സംസാരിക്കാനും തോറിനെ തിരിച്ചു സംസാരിക്കാനും പറ്റാറുണ്ട്. അതേപോലെയുള്ള കഴിവുകൾ മകനായിട്ടുള്ള ആസ്ട്രിഡിനുണ്ട്. ഹേയ് ആസ്ട്രിഡ്, നിനക്ക് സുഖമാണോ? നിങ്ങളിപ്പോ എവിടെയുള്ളത്? നോ തോർ, എന്നെ ഇനി ആസ്ട്രിഡ് എന്ന് വിളിക്കണ്ട. ഞാൻ എന്റെ പേര് മാറ്റി. ഇപ്പൊ ഞാൻ അറിയപ്പെടുന്നത് AJP എന്നാ. AJP യോ? നിന്നെ ഞങ്ങൾ എല്ലാവരും വിളിക്കാറുള്ളത് ആക്സൽ എന്നല്ലേ? അതെ, ശരിക്കും എന്നെ ആക്സൽ എന്ന് വിളിക്കാറ്. പക്ഷെ AJP ആരാന്ന് നിങ്ങൾക്ക് അറിയോ? ലോകത്തിൽ തന്നെ ബെസ്റ്റ് ഇൻഫ്ലുവൻസർ AJP. ആളുണ്ടാക്കിയ ഓളമൊന്നും വേറെ ആരും ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ അങ്ങയുടെ ഭയങ്കര ഫാനാ. അതുകൊണ്ടാണ് ഞാൻ സ്വയം AJP എന്ന് വിളിക്കുന്നത്. AJP മീൻസ് അലിൻ ജോസ് പെരേര. ഓ മാൻ, നിനക്ക് നിന്റെ അച്ഛൻ ഹൈംദാൽ ഒരു നല്ല
നല്ല പേരിട്ട് തന്നല്ലേ, ആക്സൽ ഹൈംദാൽ. അത് പോരാ നിനക്ക്? നോ, ഐ എം AJP ആക്സൽ. AJP ആക്സൽ ഹൈംദാൽ. അലിൻ ജോസ് പെരേര നീണാൾ വാഴട്ടെ. AJP ആക്സലോ എന്തെങ്കിലും ആവട്ടെ, ഇപ്പൊ നീ എവിടെയാന്ന് പറ, എന്നാലേ രക്ഷിക്കാൻ പറ്റൂ. ഓക്കെ AJP, നിങ്ങളൊക്കെ എവിടെയുള്ളത്? എന്റെ അച്ഛന്റെ കഴിവുകൾ എനിക്കുണ്ട്, പക്ഷെ അത് കറക്റ്റ് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനും ഹൈന്ദാലും ചേർന്ന് മുൻപൊരിക്കലും ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. നിന്റെ അച്ഛനാണ് എന്നെ ഇത് പഠിപ്പിച്ചു തന്നത്. നീ നിന്റെ ഫുൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൈകൾ മുന്നിലേക്ക് നീട്ടുക. ഞാനും അതുപോലെ തന്നെ ചെയ്യാം. ഇനി പതുക്കെ കണ്ണുകൾ അടയ്ക്കൂ. നിന്നെ കൊണ്ട് സാധിക്കും, കാരണം നിന്റെ അച്ഛന്റെ ശക്തികൾ നിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. തോർ ഇങ്ങനെ പറയുമ്പോ AJP കണ്ണുകൾ അടയ്ക്കുവാണ്. തോറിന്റെ കണ്ണുകളുടെ നിറം മാറി. പെട്ടെന്ന് തോർ കുട്ടികളെ അടച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുവാണെന്ന് വെച്ചാൽ തോറിന്റെ മനസ്സാണ് അങ്ങോട്ട് ചെല്ലുന്നത്. തോറിന്റെ ബോഡി ഇപ്പോഴും നിയോസ്കാഡി തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം ഹൈംദാലും തോറും കൂടി ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. തോർ റാഗ്നറോക്കിൽ സക്കാർ പ്ലാനറ്റിലുള്ള തോറിന്റെ മൈൻഡ് ഹൈംദാൽ ഇങ്ങനെ അസ്ഗാർഡിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ തോറിന് അസ്ഗാർഡിലെ കാഴ്ചകൾ കാണാൻ പറ്റി, ഹെല ആളുകളെ ആക്രമിക്കുന്നതും കൊല്ലുന്നതും ഒക്കെ. അതുപോലെ തന്നെയാണ് ഹൈംദാലിന്റെ മകൻ ഇപ്പൊ ചെയ്യുന്നത്. തോറിനെ കണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ആശ്വാസമായി. ഹായ് പിള്ളേരെ, സുഖമല്ല എല്ലാവർക്കും? കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താ തോർ പറയുന്നത്? ഇത് കണ്ടിട്ട് കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. ഞങ്ങളൊക്കെ ഇവിടെ പെട്ട് കിടക്കുക. ഇതെന്താ സാധനം എന്ന് പോലും മനസ്സിലാവുന്നില്ല. ജയിലിൽ അടച്ച പോലെ ഉണ്ട്. അതെനിക്ക് മനസ്സിലായി. തോർ ഞങ്ങളിപ്പോ രക്ഷിച്ചുകൊണ്ട് പോവോ? എനിക്കതിന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ മനസ്സ് മാത്രമേ ഇപ്പൊ ഇവിടെ ഉള്ളൂ. നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് കറക്റ്റ് എനിക്ക് ഇപ്പോഴും അറിയില്ല. എനിക്ക് നിങ്ങളിപ്പോ തൊടാൻ പോലും പറ്റില്ല. കണ്ടില്ലേ തോർ, അയാൾ ഞങ്ങളെയൊക്കെ കൊല്ലോ. അതാണ് അയാളുടെ പ്ലാൻ. അതെനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ നിങ്ങൾ അസ്ഗാർഡിയൻ കുട്ടികളാണ്. നിങ്ങൾ പോരാടി മരിച്ചാൽ നിങ്ങൾ വാൽഹലയിലെത്തും. തോർ ഞങ്ങളെ പേടിപ്പിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. ഇതിനേക്കാളും ഭേദം വരാതിരിക്കുന്നതായിരുന്നു. ഞങ്ങളെ രക്ഷിക്കാൻ എന്റെ AJP വരും. തോർ പോയിക്കോ. കുട്ടികളെ, നിങ്ങൾ ആരും പേടിക്കണ്ട. ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ വന്ന് രക്ഷിക്കും. തൽക്കാലം ഞാൻ പോവാണ്. കരയില്ല കുട്ടികളെ, അധികം സമയം എടുക്കില്ല. എന്തിനു ഞങ്ങളൊക്കെ ചാവാനാ? നോ AJP, ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. നിങ്ങൾ രക്ഷിക്കുന്ന കൂട്ടത്തിൽ ഞാനുണ്ട്. നിങ്ങളുടെ അങ്കിൾ കോർഗുണ്ട്. നിങ്ങളുടെ റാണി വോൾക്കേറിയുണ്ട്. പിന്നെ എന്റെ എക്സ് ഗേൾ ഫ്രണ്ടും ഉണ്ട്. അവൾക്കും ഇപ്പൊ എന്നെ പോലെ പവറുകളുണ്ട്. എനിവേ, നിങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ആ കഥയൊക്കെ പറഞ്ഞു തരാം. ആ കഥയൊക്കെ പിന്നെ പറഞ്ഞ പോലെ തോർ, ഞങ്ങൾക്ക് പേടിയായിട്ട് പാടില്ല. എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകും. തോർ ചുറ്റും നോക്കുമ്പോ അവൻ ഈ സ്ഥലം ഏകദേശം മനസ്സിലായ പോലെയാണ് കാണിക്കുന്നത്. തോർ പോകാൻ ഒരുങ്ങിയതും കുട്ടികളൊക്കെ പേടിച്ച് കരയാൻ തുടങ്ങി. തോറിനത് കേട്ടു നിൽക്കാൻ സാധിച്ചില്ല. അവൻ AJPയോട് പെട്ടെന്ന് തോറിനെ ഇവിടുന്ന് മാറ്റാൻ പറയുവാണ്. അങ്ങനെ തോർ വീണ്ടും അവന്റെ ബോഡിയിലേക്ക് തിരിച്ചു വന്നു. തിരിച്ചു വന്ന ഉടനെ തോർ പറയുന്നത് കുട്ടികളൊക്കെ ഇപ്പൊ ഷാഡോ റെൽമിനാണുള്ളതെന്നാണ്. ഷാഡോ റെൽം എന്ന് പറഞ്ഞാൽ നിഴലുകൾ മാത്രമുള്ള ഒരു ലോകം. അവിടെ നിറങ്ങളില്ല, ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമാണ്. അങ്ങനെ നരകം പോലെയുള്ള ഒരു സ്ഥലം, അതാണ് ഷാഡോ റെൽം. ഷാഡോ റെൽമിൽ നിറങ്ങളില്ല എന്നല്ല പറഞ്ഞേ. എങ്കിൽ നമുക്ക് നിറങ്ങൾ വാരിയെറിയാം, നമുക്ക് മഴവില്ലിന്റെ പവർ കൊണ്ടുവരാം. അങ്ങനെ പറഞ്ഞ് ജെയിൻ അവിടുന്ന് മ്യോൾനിയർ കറക്കി പറന്നു പോവാണ്. അല്ല ആൾക്കേറി, ജെയിൻ എന്താ പറഞ്ഞേ? മഴവില്ലിന്റെ പവർ കൊണ്ടുവരാന്നോ? ഇതെന്താ വല്ല മാസ് ഡയലോഗ് ആണോ? അതേ തോർ, അവൾക്ക് ഈ പവർ കിട്ടിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് അവൾക്ക് പറ്റിയ ഒരു മാസ് ഡയലോഗ് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അവൾ ഫൈറ്റിന് മുമ്പോഴൊക്കെ പറയാൻ വേണ്ടി എന്ത് പഞ്ച് ഡയലോഗ് പറയുന്നതാണ് അവൾ എപ്പോഴും ആലോചിക്കുന്നത്. പിന്നെ പഞ്ച് ഡയലോഗ് ഇല്ലെങ്കിലും ഫൈറ്റ് ഒക്കെ അവൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ജെയിൻ അങ്ങോട്ട് തിരിച്ചു വരുവാണ്. സോറി ഗൈസ്, നമ്മളുടെ പ്ലാൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടായില്ലല്ലോ. ഞാൻ അതിനു മുന്നേ ആവേശം കൂടി പറന്നുപോയതാ. ഇനി നമുക്ക് ബാക്കി പ്ലാൻ ഇടാം. വെയിറ്റ് ഗൈസ്, ഞാൻ ഒരു കാര്യം പറയട്ടെ. അവൻ നിഴലുകളിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. കുട്ടികളെ അടച്ചു വെച്ചിരിക്കുന്നത് നിഴലുകൾ കൊണ്ടുള്ള ഷാഡോ റെൽമിൽ. അപ്പൊ അവിടെ അവന് ഭയങ്കര ശക്തിയായിരിക്കും. ശരിയല്ലേ? നീ പറഞ്ഞ ശരിയാണ് ഓൾക്കേറി. ഇതൊരു പക്ഷേ അവനുണ്ടാക്കിയ കെണിയായിരിക്കും നമ്മൾ അവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി. അവൻ അവിടെ ഒരുപാട് ശക്തനായിരിക്കും. അവൻ ഒരുപക്ഷെ നിഴലുകളുടെ രാജാവായിരിക്കും. നമ്മൾക്കൊരു സൈന്യം ആവശ്യമാണ്, ശക്തമായ സൈന്യം. നമ്മൾക്കതിന് ദൈവങ്ങളുടെ സഹായം വേണം. അത് വേണമെങ്കിൽ നമ്മൾ ഒംനിപൊട്ടന്റ് സിറ്റിയിലേക്ക് പോകണം. ഒംനിപൊട്ടന്റ് സിറ്റിയോ? അതെന്താ? ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഒംനിപൊട്ടന്റ് സിറ്റി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തരായ ദൈവങ്ങൾ ഒത്തുകൂടുന്ന സ്ഥലമാണ്. എക്കാലത്തെയും മികച്ച ദൈവങ്ങളെ കൂട്ടി നമ്മൾക്കൊരു നല്ല ടീം ഉണ്ടാക്കാം. ഒരുപാട് ദൈവങ്ങളുണ്ട്. റാ, ഹെർക്കുലീസ്, ബാസ്റ്റ്, പിന്നെ ഏറ്റവും പ്രായം കൂടിയ, ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള അതിശക്തനായ സ്യൂസ്. അദ്ദേഹം ഒരു തരത്തിൽ ഇടിമിന്നലിന്റെ ദൈവം തന്നെയാ. വാട്ട്? സ്യൂസിനെ പറ്റിയാണോ പറയുന്നത്? യു മീൻ ഗ്രീക്ക് പുരാണത്തിലെ ഏറ്റവും ശക്തനായ ദൈവമായിട്ടുള്ള സ്യൂസ്? നീ വായിച്ച സ്യൂസ് ആണോ എനിക്കറിയുന്ന സ്യൂസ് എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കാകെ ഒരു സ്യൂസിനെ മാത്രമേ അറിയൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവം അവിടെ ഉണ്ടാവോ? ഞങ്ങളുടെ ദൈവത്തിന്റെ പേര് നിന്നി ഓഫ് ദി നോനി എന്നാ. എനിക്കറിയില്ല കോർക്ക്. ഒരു പക്ഷെ നിന്റെ ദൈവം അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ചേരാൻ പറയാം. നമ്മുടെ ടീം അതിശക്തമായിരിക്കണം. ഓക്കെ സ്റ്റോം ബ്രേക്കർ, നമുക്ക് പോയാലോ? പക്ഷെ സ്റ്റോം ബ്രേക്കർ അപ്പോ അവിടെ തുള്ളി കളിക്കുവാണ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റോം ബ്രേക്കർ എപ്പോഴും ശരിക്കും വർക്ക് ആവാറില്ല. എപ്പോഴാ വർക്ക് ആവുക, എപ്പോഴും വർക്ക് ആവാതിരിക്കാന്ന് പറയാൻ പറ്റില്ല. എപ്പോഴാ സ്റ്റോം ബ്രേക്കറിന്റെ മൂഡ് ചേഞ്ച് ആവാന്നും പറയാൻ പറ്റില്ല. എന്തായാലും എല്ലാവരും കൂടി സ്റ്റോം ബ്രേക്കർ ഉപയോഗിച്ച് ബൈഫ്രോസ്റ്റ് തുറന്ന് പോകുന്നതിനോട് വാൾക്കേറിക്ക് അത്ര നല്ല അഭിപ്രായമല്ല ഉള്ളത്. പിന്നെ വാൾക്കേറിയുടെ കയ്യിൽ പോർട്ടൽ തുറക്കാൻ പറ്റുന്ന ഒരു കുതിരയുണ്ട്, ഒരു പറക്കാൻ പറ്റുന്ന ചിറകുള്ള കുതിര. അതിനുപയോഗിച്ച് അവൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോർട്ടൽ തുറന്ന് പ്രപഞ്ചത്തിൽ എവിടെയും പോകാൻ പറ്റും. പക്ഷെ കുഴപ്പമുണ്ട്, ആ കുതിരയിൽ എല്ലാവർക്കും ഇരിക്കാൻ പറ്റില്ലല്ലോ. വാൾക്കേറിയുടെ ഈ പോർട്ടൽ ഹോഴ്സിന്റെ പേര് വാർസോങ് എന്നാണ്. അങ്ങനെ വാൾക്കേറിയും തോറും തമ്മിൽ ഒരു ചെറിയ തർക്കമായി ഈ സ്റ്റോം ബ്രേക്കറിന്റെയും വാർസോങ്ങിന്റെയും പേരിൽ. പെട്ടെന്ന് ജെയിൻ അടുക്കി കയറി. എന്തായാലും പറക്കുന്ന കുതിരയുടെ പുറത്ത് കയറി എല്ലാവർക്കും പോകാൻ പറ്റില്ല. സ്റ്റോം ബ്രേക്കർ ഉപയോഗിച്ച് ബൈഫ്രോസ്റ്റ് തുറന്നാണ് ഇവർക്ക് പെട്ടെന്ന് അത്ര ദൂരത്തേക്ക് പോകാൻ പറ്റും. പക്ഷെ സ്റ്റോം ബ്രേക്കർ മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നില്ല. ജെയിന്റെ ഐഡിയയിൽ സ്റ്റോം ബ്രേക്കറിനെ ഒരു സ്ഥലത്ത് ഉറപ്പിച്ച് നിർത്തി അത് വെച്ച് ബൈഫ്രോസ്റ്റ് തുറന്ന് ആ പവറിലൂടെ എല്ലാവർക്കും പോകാൻ പറ്റിയ പോലെ ഒരു വാഹനം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് പോവാം. അതായത് സ്റ്റോം ബ്രേക്കറിന്റെ എനർജി എപ്പോഴും മാറിക്കളിക്കാത്ത രീതിയിൽ എവിടെയെങ്കിലും ഉറപ്പിച്ച് നിർത്തണം, ഏതെങ്കിലും ഒരു വാഹനത്തിൽ. എന്നിട്ട് സ്റ്റോം ബ്രേക്കർ വെച്ച് ബൈഫ്രോസ്റ്റ് തുറന്ന് പോവുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കുള്ള സ്റ്റോം ബ്രേക്കറിന്റെ
ഈ കുട്ടിക്കളികൾ ഉണ്ടാവില്ല. ഇത് ജെയിന്റെ ഒരു ഐഡിയ ആണ്. എന്നാലും അവരത് ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു. ഒരു കപ്പലാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ അസ്കാഡി തന്നെയുള്ള ഒരു അസ്കാഡിയൻ ഷിപ്പ് വാൾക്കേറി അതിനു വേണ്ടി എടുക്കുകയാണ്. അവർ കപ്പലിൽ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കയറ്റാൻ തുടങ്ങി. തോറും വാൾക്കേറിയും ജെയിനും കോർഗും കൂടിയാണ് പോകുന്നത്. ഈ കപ്പൽ വലിച്ചുകൊണ്ട് പോകാനായിട്ട് ഇവർക്ക് കിട്ടിയ പുതിയ വലിയ 2 ആടുകളെയും മുന്നിൽ കെട്ടി നിർത്തുന്നുണ്ട്. ഇപ്പൊ മ്യോൾനിർ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ജെയിൻ എങ്ങോട്ടോ മാറിപ്പോയിരിക്കുവാണ്. ആ സമയത്ത് തോർ അവന്റെ പഴയ പ്രിയപ്പെട്ട ആയുധത്തിന്റെ അടുത്തേക്ക് വരുവാണ്. ഹേ മ്യോൾനിർ, നീ എന്നെ മറന്നിട്ടില്ലല്ലോ. എത്ര നാൾ നമ്മൾ ഒരുമിച്ച് ഒരുപാട് യുദ്ധങ്ങൾ ചെയ്തതാ. നീ എങ്ങനെ മറക്കാനല്ലേ? പക്ഷേ ഇപ്പൊ നീ അവള് പറയുന്ന പോലെ കേക്കു അല്ലടാ. എന്തായാലും എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ഭയങ്കര ഇഷ്ടം. ഈ സമയത്താണ് ജെയിൻ അങ്ങോട്ട് വരുന്നത്. ഹേയ് ജെയിൻ, ഞാൻ എന്റെ പഴയ ഫ്രണ്ടിന്റെ അടുത്തൊന്ന് സംസാരിക്കുമായിരുന്നു. പിന്നെ ഐ എം സോറി, ഞാൻ നിന്നെ പെട്ടെന്ന് കണ്ട ഒരു എക്സൈറ്റ്മെന്റിൽ എങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് എനിക്ക് അറിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ പിന്നെ എന്നെ തന്നെ കണ്ടെത്താനുള്ള ഒരു യാത്രയിലായിരുന്നു. എനിക്ക് എന്താണ് വേണ്ടത് അതെനിക്ക് തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ യുദ്ധങ്ങൾ മാത്രം ചെയ്ത് കാലം തള്ളി നീക്കി. അതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് നിന്നെ ഇങ്ങനെ കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. അല്ല, നീയും മ്യോൾനിർ എങ്ങനെ കണ്ടുമുട്ടിയെന്ന് എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. അതൊന്നുമില്ല, മ്യോൾനിർ എന്നെ വിളിക്കുന്ന പോലെ എനിക്ക് തോന്നി. എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റി. ഓ, മ്യോൾനിർ നിന്നെ വിളിച്ചു വരുത്തിയല്ലേ? കൊള്ളാലോ, നിനക്ക് അങ്ങനെയൊക്കെ ചെയ്യാറിയോ മ്യോൾനിർ? അങ്ങനെ മ്യോൾനിർ വിളിക്കുന്ന പോലെ തോന്നിയപ്പോ ഞാൻ ന്യൂസ് കാർഡിലേക്ക് വന്നു. ഞാൻ ഇവിടെ നിന്ന് മ്യോൾനിറിനെ നോക്കി നിന്നപ്പോ മ്യോൾനിറിന്റെ പൊട്ടിക്കിടക്കുന്ന കഷ്ണങ്ങൾ പെട്ടെന്ന് തിളങ്ങാൻ തുടങ്ങി. അത് ഉയർന്ന് പൊങ്ങാൻ തുടങ്ങി. പിന്നെ ഞാൻ നോക്കുമ്പോ ഞാൻ ഈ കോലത്തില് ഇങ്ങനെ നിൽക്കുക. എനിക്ക് പുതിയ പവറുകളൊക്കെ കിട്ടി. എനിവേ ജെയിൻ, നിന്റെ പുതിയ സ്യൂട്ട് അടിപൊളിയായിട്ടുണ്ട്. നിന്റെ പവറുകളും കൊള്ളാം. കീപ് ഇറ്റ് അപ്പ്. എന്തായാലും മ്യോൾനിർ എന്റെ അഭിമാനം കാത്തു. അങ്ങനെ പറഞ്ഞ് തോർ നൈസായിട്ട് മ്യോൾനിറിനെ ഒന്ന് കയ്യിലേക്ക് എടുക്കുവാണ്. സത്യം പറഞ്ഞ തോറിന് നല്ല പേടിയുണ്ടായിരുന്നു. ഇനി എങ്ങാനും ജെയിന്റെ മുന്നിൽ വെച്ച് മ്യോൾനിർ പൊക്കാൻ പറ്റാതെയായാലോ? ശരിക്കും നാണം കെടും. ഇപ്പൊ ഭാഗ്യത്തിന് മ്യോൾനിർ പൊക്കാൻ പറ്റി. അപ്പൊ തോറിന് മനസ്സിലായി അവൻ ഇപ്പോഴും അർഹൻ തന്നെയാണ്. ഹീ ഈസ് സ്റ്റിൽ വർത്തി. എന്നിട്ട് തോർ മ്യോൾനിർ ജെയിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ ബൈ പറഞ്ഞ് ജെയിൻ പോയി. തോർ ഇങ്ങനെ ജെയിനെയും മ്യോൾനിറിനെയും നോക്കി നല്ല റൊമാൻറ്റിക് ആയിട്ട് നിൽക്കുക. ആ സമയത്താണ് സ്റ്റോം ബ്രേക്കർ പതുക്കെ അങ്ങോട്ട് വരുന്നത്. എന്തോ സംശയമുള്ളതുപോലെ. ഹോ, സ്റ്റോം ബ്രേക്കർ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്തെങ്ങനെ നോക്കുന്നേ? ഞാനും മ്യോൾനിറും തമ്മിൽ ഒരു ചുറ്റിക്കളിയില്ല. അതൊന്നോർത്ത് നീ പേടിക്കണ്ട. നീ എന്റെ മുത്തല്ലേ, ഇങ്ങോട്ട് വാ. ജെയിൻ അവളുടെ റൂമിലേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പോ ജെയിന് പതുക്കെ വയ്യാതെയാവുന്ന പോലെ തോന്നുന്നുണ്ട്. പെട്ടെന്ന് അവൾ മ്യോൾനിർ നിലത്ത് വെച്ചു. അവളുടെ തോർ സ്യൂട്ടും പവറുകളും അപ്രതീക്ഷിതമായി. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കുള്ള ജെയിൻ ഫോസ്റ്ററിനെയാണ്. അതായത് ക്യാൻസർ ബാധിച്ച് ആകെ വയ്യാതായ ജെയിൻ ഫോസ്റ്റർ. അവൾ പഴയ കാര്യങ്ങൾ ഓർക്കാൻ തുടങ്ങി. ജെയിന്റെ കുട്ടിക്കാലത്ത് അവളുടെ അമ്മയും ക്യാൻസർ വന്ന് തന്നെയാണ് മരിച്ചത്. അമ്മയുടെ പേര് എലൈൻ ഫോസ്റ്റർ എന്നായിരുന്നു. ഓൾറെഡി അച്ഛൻ മരിച്ചുപോയ ജെയിനിന് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ക്യാൻസർ രോഗിയായ അമ്മയുടെ അടുത്ത് ജെയിൻ വിട്ടുമാറാതെ നിൽക്കാറുണ്ട്. എപ്പോഴും അമ്മയുടെ കാര്യങ്ങൾ ജെയിൻ നോക്കും, അമ്മയുടെ കൂടെ ഉറങ്ങും. അങ്ങനെ കുറച്ചു നാൾ കഴിഞ്ഞ് ജെയിന്റെ അമ്മ മരിച്ചുപോയി. പക്ഷെ അമ്മ ജെയിനോട് പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും ഒറ്റപ്പെട്ടെന്ന് തോന്നിയാൽ പോലും ഒരിക്കലും ഫൈറ്റ് ചെയ്യുന്നത് നിർത്തരുത്. ഇത് ജെയിൻ ഇപ്പോഴും ഓർത്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഡൗട്ട് തോന്നും. ഈ മ്യോൾനിറിന്റെ ശക്തി ഉണ്ടെങ്കിൽ ജെയിൻ അങ്ങനെ വയ്യാതാവുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മ്യോൾനിർ കയ്യിലെടുക്കുന്ന സമയത്ത് ജെയിന്റെ രൂപം ശരിയാവും, അവൾക്ക് പവറുകൾ കിട്ടും, അവൾക്ക് നല്ല ആരോഗ്യം കിട്ടും. ഇതൊക്കെ ശരിയാണ്. പക്ഷേ മ്യോൾനിറിന്റെ ശക്തി ഉപയോഗിക്കാൻ പറ്റിയ ഒരാളല്ല ഒരു മനുഷ്യനായ ജെയിൻ ഫോസ്റ്റർ. മ്യോൾനിർ ഉപയോഗിക്കുമ്പോൾ ഒരാളുടെ ജീവശക്തി അല്ലെങ്കിൽ ലൈഫ് ഫോഴ്സും ഉപയോഗിക്കപ്പെടും. അതിന് തക്കതായിട്ടുള്ള ഒരു ലൈഫ് ഫോഴ്സ് നമ്മളുടെ ജെയിൻ ഫോസ്റ്ററിനില്ല. ജന്മന ശക്തിയായിട്ടുള്ള ആളൊന്നും അല്ലല്ലോ ജെയിൻ. അപ്പൊ ഒരുപാട് നേരം ഈ മ്യോൾനിർ പിടിച്ച് എന്നും മരണമില്ലാതിരിക്കാനൊന്നും പറ്റില്ല. കുറെ കഴിയുമ്പോൾ ജെയിന് വയ്യാതെയാവും. ആ ഒരു കുറച്ചു നേരത്തെ ശക്തിയും ആരോഗ്യവും ഒക്കെ കൊടുക്കാനാണ് മ്യോൾനിറിന് സാധിക്കും. അതാണ് ജെയിന് വയ്യാതാവുന്നതിന്റെ ഒരു കാരണം. ഇനി രണ്ടാമത്തെ കാരണം, ജെയിന്റെ ക്യാൻസറിനെ ഇല്ലാതാക്കാൻ മ്യോൾനിറിന് സാധിക്കില്ല. ക്യാൻസറിന് വേണ്ടി ജെയിൻ പല മരുന്നുകളും കീമോതെറാപ്പിയും ഒക്കെ ചെയ്യുന്നുണ്ട്. മ്യോൾനിർ കയ്യിലെടുക്കുമ്പോൾ ജെയിന്റെ ശരീരത്തിന്റെ പുറത്തുനിന്ന് വന്നിട്ടുള്ള ഈ മരുന്നുകളൊക്കെ മ്യോൾനിർ ഇല്ലാതെയാക്കുകയാണ്. അത് ജെയിന്റെ ശരീരത്തിന്റെ പുറത്തുള്ളതാണല്ലോ. ഈ കെമിക്കൽസും മരുന്നൊന്നും ജെയിന്റെ ബോഡിയിൽ വേണ്ട എന്നുള്ള ഉദ്ദേശത്തോടെ മ്യോൾനിർ അതിനില്ലാതാക്കി കളയും. സോ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള ഈ മരുന്നുകളും ചികിത്സകളും ഇല്ലാതാവുകയാണ് മ്യോൾനിർ എടുക്കുമ്പോൾ. അപ്പൊ എന്താ ഉണ്ടാവുക? ക്യാൻസർ വീണ്ടും ശക്തിയോടെ തിരിച്ചു വരും. മ്യോൾനിർ താഴെ വെക്കുന്നതോടെ ജെയിൻ വീണ്ടും പഴയതുപോലെ ഒരു സാധാരണ മനുഷ്യശ്രീ തന്നെയാവും. ഓരോ വട്ടവും മ്യോൾനിർ ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുന്ന ലൈഫ് ഫോഴ്സും ജെയിനെ പതുക്കെ പതുക്കെ മരണത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നതാണ് സത്യാവസ്ഥ. ഗോറിനെ നെക്രോസോഡ് സ്വാധീനിച്ച് ഗോറിന്റെ ലൈഫ് ഫോഴ്സ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ജെയിന് ദേഷ്യം വന്നിട്ട് അവൾ മ്യോൾനിർ കയ്യിലെടുക്കുകയാണ്. അവൾക്ക് വീണ്ടും സൂപ്പർ പവറുകൾ കിട്ടി. പക്ഷെ അവൾ ദേഷ്യം വന്നിട്ട് അവിടുത്തെ വാഷ് ബേസിനൊക്കെ ചുറ്റി കൊണ്ട് അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. ഈ ശബ്ദം കേട്ട് വാൾക്കേറി അങ്ങോട്ട് വന്ന് കതകി മുട്ടുന്നു. ജെയിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ പൊട്ടിക്കിടക്കുന്ന വാഷ് ബേസിൻ കാണുമ്പോൾ വാൾക്കേറിക്ക് എന്തോ പന്തികേട് തോന്നി. വാൾക്കേറി, ഞാൻ ശരിക്കും നിങ്ങളുടെ കൂടെ വേണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതോ എന്നെ കൊണ്ടുപോകുന്നത് നിങ്ങൾക്കൊരു ഭാരമാവോ? ഇല്ല ജെയിൻ, നീ ഇപ്പൊ ഒരു തോറാണ്. തോറിന്റെ പവറുകൾ നിനക്കുണ്ട്. യു ആർ ലേഡി തോർ. നീ ഫൈറ്റ് ചെയ്യും, നിനക്ക് ഒരുപാട് പവറുകളുണ്ട്. പിന്നെ എന്തുകൊണ്ട് നിനക്ക് വന്നൂടാ? തീർച്ചയായിട്ടും വേണം. അത് മാത്രമല്ല, നീ ഇപ്പൊ ഞങ്ങളുടെ ഒരാളായി മാറി. അസ്ഗാർഡിയൻസിന്റെ കൂട്ടത്തിലുള്ള ഒരു ശക്തിയാണ് നീ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ യുദ്ധത്തിൽ മരിച്ചാൽ നിനക്ക് വാൽഹലയിലേക്ക് പോവാം, ഞങ്ങളുടെ സ്വർഗത്തിലേക്ക്. പക്ഷെ യുദ്ധത്തിൽ മരിക്കുമ്പോ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. നല്ല വേദനയുണ്ടോ? അതൊക്കെ സഹിക്കാൻ പറ്റണം. നിനക്ക് വേണ്ടി ഞാൻ ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മരിക്കുകയാണെങ്കിൽ ഒരു യോദ്ധാവിനെ പോലെ മരിക്കണം. എന്റെയും പ്ലാൻ അത് തന്നെ. അല്ല, അപ്പൊ നിനക്ക് ഇവിടുത്തെ റാണിയായിരുന്ന കാര്യങ്ങൾ നോക്കിയാൽ പോരെ? അതല്ലേ കുറച്ചും കൂടി എളുപ്പോ? സത്യം പറയാലോ, എനിക്ക് റാണിയായിട്ടിരിക്കാനൊന്നും ഇഷ്ടമല്ല. എനിക്ക് ഫൈറ്റ് ചെയ്യാനാണ് ഇഷ്ടം. ഞാൻ ചെറുപ്പം തൊട്ട് അതാ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അങ്ങോട്ടും അത് തന്നെ ചെയ്യാൻ എനിക്കിഷ്ടം. അങ്ങനെ ഫൈറ്റ് ചെയ്ത് മരിക്കണം. അതിലല്ലേ ഒരു ത്രില്ലുള്ളൂ. റാണിയായിട്ടിരുന്നിട്ട് ഇപ്പൊ എന്തിനാ കുറെ മീറ്റിങ്ങും കുറെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ? എനിക്കതൊന്നും വലിയ ഇഷ്ടമല്ല. സത്യം പറയാലോ, നീ എനിക്കിപ്പോ ഒരു സിസ്റ്ററിനെ പോലെയാ. എന്റെ
എന്റെ അനിയത്തി, നീ എന്റെ കൂടെ വരണം. അങ്ങനെ പറയുമ്പോൾ ജെയിനും ഒരാവേശം വരുന്നുണ്ട്. വാൾക്കേറി അവളുടെ 2 കത്തികൾ ആയുധമായിട്ട് എടുക്കുന്നു. ജെയിൻ മ്യോൾനിയർ കയ്യിലെടുക്കുന്നു. വാൾക്കേറി ബോംബ് പോലത്തെ ഒരു സാധനം എടുക്കുന്നുണ്ട്. പക്ഷെ അത് ബോംബായിരുന്നില്ല, അതൊരു സ്പീക്കർ ആയിരുന്നു. അതിൽ വാൾക്കേറിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് അവൾ വെച്ച് കേൾപ്പിക്കുന്നുണ്ട്. ആ പാട്ട് ജെയിനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി മണിക്കുട്ടി നീ എന്റെ മനസ്സുനുള്ളി പഞ്ചാര പായസം ഉണ്ണുന്ന മടത്തത്തെ പയ്യന്മാർ നിന്നെ കണ്ട് കണ്ണു വെക്കും. പിന്നെ ദേഷ്യം വന്ന് ഈ വാഷ് ബേസിനെ അടിച്ച് പൊട്ടിച്ച കാര്യമൊന്നും തോറിനോടും ബാക്കിയുള്ളവരോടും പോയി പറയരുതെന്ന് ജെയിൻ വാൾക്കേറിയോട് പറയുന്നുണ്ട്. ഇപ്പൊ ഒരു സിസ്റ്റേഴ്സിനെ പോലെയാണല്ലോ. സോ വാൾക്കേറി അത് സമ്മതിക്കുന്നു. അങ്ങനെ എല്ലാ അസ്ഗാർഡിയൻസിനോടും വിട പറഞ്ഞ് ഗോഡ് ബുച്ചറിനെ തടയാനുള്ള ടീം ഉണ്ടാക്കാൻ അവർ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട അസ്ഗാർഡുകാരെ, ഞങ്ങൾ പെട്ടെന്ന് പോയി പെട്ടെന്ന് തിരിച്ചു വരും. ദാ പോയി ദേ വന്നു. പിന്നെ തിരിച്ചു വരുമ്പോ മിക്കവാറും നിങ്ങളുടെ കുട്ടികളെയും കൊണ്ടുവരും. എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥനകളുണ്ടെങ്കിൽ ഞങ്ങൾ ഓടിന്റെ കാക്കകളെ പോലെ വേഗത്തിൽ സഞ്ചരിച്ച് വേഗത്തിൽ തിരിച്ചു വന്നിരിക്കും. നിങ്ങളുടെ കുട്ടികളെ ഓർത്ത് പേടിക്കണ്ട. അവരെ തിരിച്ചു കൊണ്ടുവരാൻ ഞാനല്ലാതെ പിന്നെ ആര്? കുട്ടികളെ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞ് നമ്മൾ ഇവിടെ വെച്ച് പാചകം ചെയ്ത് കഴിക്കും. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. കുട്ടികളെ കൊണ്ടുവന്നു കഴിഞ്ഞ് നമ്മൾ ഇവിടെ വെച്ച് വേറെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതൊരു ആഘോഷമായിരിക്കും. എന്നാൽ ഞങ്ങൾ ഇവിടെ പറയട്ടെ, പോയി വരാം. അങ്ങനെ പറയുന്ന തോർ സ്റ്റോം ബ്രേക്കറിനെ ആ ചെറിയ കപ്പലിന്റെ മുൻഭാഗത്തായിട്ട് ഉറപ്പിച്ചു വെക്കുവാണ്. ഇനി സ്റ്റോം ബ്രേക്കറിന് അധികം പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ഈ കപ്പൽ സാധാരണ കപ്പലല്ല കേട്ടോ. ഇത് അസ്ഗാർഡിയൻസിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു പറക്കുന്ന കപ്പലാണ്. അതിനു മുന്നിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ആടുകൾ ആ ചെറിയ കപ്പൽ കൊണ്ട് നേരെ മുന്നിലേക്ക് കുതിച്ചു പാഞ്ഞു. സ്റ്റോം ബ്രേക്കർ ആണെങ്കിലോ തോറിന്റെ ആഗ്രഹപ്രകാരം മുന്നിലേക്ക് ബൈഫ്രോസ്റ്റ് തുറക്കുവാണ്. ഇപ്പൊ അതൊരു ബൈഫ്രോസ്റ്റ് പാലം പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ആ പാലത്തിന്റെ മുകളിൽ കൂടെ ഈ ചെറിയ കപ്പൽ മുന്നോട്ട് കുതിച്ചു പായാൻ തുടങ്ങി. ജെയിനും തോറും പരസ്പരം നോക്കുന്നുണ്ട്. രണ്ടുപേർക്കും ഇഷ്ടമുണ്ട്, തുറന്ന് സമ്മതിക്കുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെ അവർ ഒംനിപ്പൊട്ടൻസ് സിറ്റിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കെത്തിയോ അടുത്ത സീനി നമ്മൾ കാണുന്നത് ഒംനിപ്പൊട്ടൻസ് സിറ്റിയാണ്. പ്രപഞ്ചത്തിലെ മഹാദൈവങ്ങൾ ഒത്തുകൂടുന്ന ഒരു വലിയ സിറ്റി. ഇവിടുത്തെ ഭരണം ഒരു വലിയ ദൈവമായിട്ടുള്ള സിയൂസ് ആണ് നോക്കി നടത്തുന്നത്. അങ്ങനെ ആ കപ്പലിൽ 2 ആടുകളെയും കെട്ടിവലിച്ച് ബൈഫ്രോസ്റ്റ് പാലത്തിക്കൂടെ അവർ ഒംനിപ്പൊട്ടൻസ് സിറ്റിയിലേക്ക് വന്ന് ഇറങ്ങുവാണ്. അവര് വന്നിറങ്ങിയത് ആരും കണ്ടില്ല. കപ്പലും ആടുകളെയും ഒരു സ്ഥലത്ത് സേഫ് ആയിക്കൊണ്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞ് അവര് നടക്കാൻ തുടങ്ങി. തോറിന് പുതിയ ഗേൾഫ്രണ്ട് ഉണ്ടോന്ന് അറിയാൻ ജെയിൻ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ തോർ, നീ ഇപ്പോഴും റോളർ ബ്ലേഡിംഗ് ചെയ്യാറുണ്ടോ? റോളർ ബ്ലേഡിംഗ്? ഓ, ആ ചക്രമുള്ള ചെരുപ്പിട്ട് റോഡിക്കൂടെ പോകുന്നതല്ലേ? ഇല്ല ജെയിൻ, നമ്മളെന്നത് ചെയ്തിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് പറ്റിയ ഒരാളെ കിട്ടിയില്ല. പിന്നെ തോർ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ വില്ലന്മാര് വരുമ്പോ ഞാൻ അവരെ മ്യോൾനിയർ വെച്ച് ഇടിക്കുമല്ലോ. അപ്പൊ അവരോട് പറയാൻ എനിക്ക് എന്തെങ്കിലും ഒരു പഞ്ച് ലൈൻ വേണം. ഈ ചുറ്റിക വിഴുങ്ങട നാറി, അതെങ്ങനെയുണ്ട്? അല്ലെങ്കിൽ അത് വേണ്ട, ഈ ചുറ്റിക നിന്റെ മുഖത്തിരിക്കട്ടെ, അതായാലോ? ജെയിൻ, അതൊക്കെ കൊള്ളാമല്ലോ. പിന്നെ എന്റെ പഞ്ച് ലൈൻ ഇപ്പോ കുറച്ചു നാളായിട്ട് ഇതാ, യുദ്ധം തുടങ്ങി വെച്ചത് നീ ആയിരിക്കും, പക്ഷെ അത് അവസാനിപ്പിക്കുന്നത് ഞാനാ. ഇതാ ഇപ്പൊ എന്റെ പഞ്ച് ലൈൻ. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? നീ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. നിനക്കും ഇനി ഒരുപാട് പഞ്ച് ലൈൻ കിട്ടും. ഓരോ വില്ലനെ കൊല്ലുമ്പോഴും ഓരോ പഞ്ച് ലൈൻ അങ്ങോട്ട് പറ. സത്യം പറഞ്ഞ എന്റെ ശരിക്കുള്ള ആദ്യത്തെ വില്ലനെ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ആദ്യത്തെ വില്ലനെ നമ്മൾ ഒരിക്കലും മറക്കില്ല ചെയ്യും. ആദ്യത്തെ വില്ലനെ മാത്രമല്ല, ആദ്യത്തെ ലവറിനെയും ആരും മറക്കാറില്ല. ഫസ്റ്റ് ലവ് എപ്പോഴും സ്പെഷ്യൽ ആണ്. അതെ. പിന്നെ തോർ, നിനക്ക് പുതിയ ഗേൾ ഫ്രണ്ട് വല്ലതും ആയോ? എന്ത് ഗേൾ ഫ്രണ്ടോ? നോ, ഇപ്പൊ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാറില്ല. പോരാടുക മാത്രമാണ് ഇനി എന്റെ ജീവിതത്തിലുള്ളത്. സത്യം പറഞ്ഞ ഞാൻ വളരെ ബിസിയായി, ടൈമില്ലെന്നേ. നിന്റെ കാര്യം ഞാൻ ചോദിച്ചില്ല ജെയിൻ. നിനക്ക് പുതിയ ബോയ് ഫ്രണ്ട് വല്ലതും ഇല്ലായിരിക്കും എന്ന് എനിക്കറിയാം. ഇല്ലെങ്കിൽ പറ്റിയ ആളുകളെ നമ്മൾക്ക് അന്വേഷിക്കാം. മുന്നിൽ തന്നെ നിൽക്കുകയല്ലേ? തോർ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ജെയിൻ പെട്ടെന്ന് അവിടേക്ക് ഒന്ന് ചുറ്റിക്കാണാൻ വേണ്ടി പറന്നു പോവാണ്. എന്തായാലും തോർ ജെയിനെ ലൈൻ വലിക്കാൻ നോക്കുകയാണെന്ന് വാൾക്കേറിക്ക് മനസ്സിലായി. എന്താ തോർ, പഴയ ലവറിനെ കണ്ടപ്പോ മനസ്സിൽ വീണ്ടും ലഡ്ഡു പൊട്ടിയെന്ന് തോന്നുന്നു. മനസ്സിൽ ലഡ്ഡോ? എന്താ വാൾക്കേറി പറയുന്നത്? എനിക്ക് ജെയിനോട് ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ലവോ അതൊക്കെ ഞാൻ വിട്ടിട്ട് എത്ര നാളായി. ഐ എം മൊരട്ട് സിംഗിൾ. ലവ് എന്ന് പറയുന്ന വികാരം എന്റെ മനസ്സിലില്ല. ഒരു പക്ഷെ നിനക്ക് ജെയിനെ ഇഷ്ടമായിരിക്കും. ആണോ? പിന്നെ എന്താ തോർ പറയുന്നത്? എനിക്ക് ജെയിനോട് അങ്ങനെയൊന്നുമില്ല എന്ന് കരുതി എല്ലാ കാലത്തും അങ്ങനെ ആയിരിക്കുന്നു വിചാരിക്കണ്ട. ഇങ്ങനെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വാൾക്കേറി പോവാണ്. തോറിന് പെട്ടെന്ന് കൺഫ്യൂഷനായി. എന്തായിരിക്കും വാൾക്കേറി ഉദ്ദേശിച്ചത്? വാൾക്കേറി ഇങ്ങനെ പറയാൻ കാരണം അവൾക്ക് സ്ത്രീകളെയും ഇഷ്ടമാണ്. സ്ത്രീകളെ ലവ് ചെയ്യാനും വാൾക്കേറി ഓക്കെയാണ്. പണ്ട് എല്ലാ വാൾക്കേറീസിനെയും ഹെല കൊല്ലുന്ന സമയത്ത് നമ്മുടെ ഈ വാൾക്കേറിയുടെ പ്രണയിനിയും അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. തോർ ജെയിന്റെ അടുത്ത് എത്ര കാലമായി നമ്മൾ കണ്ടിട്ടെന്ന് ചോദിക്കുമ്പോൾ 8 വർഷമായി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ ജെയിൻ പറയുന്നത് ഒരു 3-4 വർഷമായിട്ടുള്ളൂ എന്നാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ 2018 താനോസ് സ്നാപ്പ് ചെയ്തപ്പോ തോർ മാഞ്ഞു പോയില്ല, പക്ഷെ ജെയിൻ മാഞ്ഞു പോയി. സോ 4-5 വർഷം മാഞ്ഞു പോയതുകൊണ്ട് അത്രയും കാലം കഴിഞ്ഞു പോയോ എന്ന് ജെയിന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പിന്നെ ജെയിനും വാൾക്കേറി എങ്ങനെയാ കണ്ടുമുട്ടിയെന്ന് ചോദിച്ചു. ജെയിൻ ലേഡി തോർ ആയി കഴിഞ്ഞ് തീർച്ചയായിട്ടും അവിടെ ഉണ്ടായ വെളിച്ചവും ആ ഒരു പവർ ബ്ലാസ്റ്റും ഇടിമിന്നലും ഒക്കെ വാൾക്കേറി ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അവിടെ വെച്ച് തന്നെ എനിക്ക് ഒരു മീറ്റ് ചെയ്ത് സീൻ ചേഞ്ച് ആവുന്നു. ഇപ്പൊ ഷാഡോ റെൽമാണ് കാണിക്കുന്നത്. അവിടെ ഷാഡോ മോൺസ്റ്ററിന്റെ ഉള്ളിൽ ആ കുട്ടികൾ ഇപ്പോഴും പെട്ടുകിടക്കുകയാണ്. AJP എല്ലാ കുട്ടികൾക്കും തോറിന്റെ വീരകഥകൾ പറഞ്ഞു കൊടുക്കുകയാണ്. തോർ നിഡാവെലേറി പോയതും സ്റ്റോം ബ്രേക്കർ ഉണ്ടാക്കിയതും പിന്നെ തിരിച്ചു വന്ന് താനോസിന്റെ തല വെട്ടിക്കളഞ്ഞതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് AJP പറയുന്നത്. പെട്ടെന്നാണ് ഗോർ അങ്ങോട്ട് വന്ന് എല്ലാ പിള്ളേരെയും പേടിപ്പിക്കുന്നത്. ഹേയ് പിള്ളേരെ, അതൊരു നല്ല കഥയാണല്ലോ. തോർ എന്താ ചെയ്തേ? തല വെട്ടിക്കളഞ്ഞല്ലേ? എന്നാൽ ഞാനൊരു കഥ പറയാം. പെട്ടെന്ന് പിള്ളേരൊക്കെ പേടിക്കാൻ തുടങ്ങി. എന്തായാലും തല വെട്ടുന്ന കാര്യം പറഞ്ഞതുകൊണ്ട് എനിക്കൊരു കഥ പറഞ്ഞേ പറ്റൂ. അയ്യോ, ഇവിടെ എന്തുകൊണ്ട്
ഉണ്ടല്ലോ. ഹായ്, ദേ എന്റെ കയ്യിൽ ഒരു തലയിരിക്കുന്നത്. ഇവനെ ഞാൻ ഒക്ടി എന്നാ വിളിക്കാറുള്ളത്. ഒക്ടിക്ക് സുഖമാണെന്ന് ചോദിക്കി. സുഖമാണോ ഒക്ടി? എല്ലാവരോടും പറ സുഖമാണെന്ന് പറ. എന്താ ഒക്ടി പറയാത്തത്? ഇങ്ങനെയാണോ പെരുമാറുക? അങ്ങനെ പറഞ്ഞ് ഗോർ ഒക്ടിയുടെ തല പറിച്ചെടുക്കുവാണ്. ഈ ഒക്ടി എന്ന് പറഞ്ഞ ഗോർ തന്നെ ഉണ്ടാക്കിയ ഒരു ഷാഡോ മോൺസ്റ്റർ ആണ്. പിള്ളേര് വീണ്ടും വീണ്ടും പേടിച്ചലറാൻ തുടങ്ങി. നിങ്ങളത് കണ്ടോ കുട്ടികളെ? ഒരു നിമിഷം മുന്നേ വരെ ഒക്ടി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ കയ്യിൽ അവന്റെ തല മാത്രമേ ഉള്ളൂ. നിങ്ങൾ പേടിക്കണ്ട, ഒക്ടി മരിച്ചു. അങ്ങനെ പറഞ്ഞ് ഗോർ ഒക്ടിയുടെ തലയെടുത്ത് പിള്ളേരുടെ മേലേക്ക് ഇടുവാണ്. പാവം പിള്ളേര് മുള്ളിപ്പോയിട്ടുണ്ടാവും. പേടിക്കണ്ട പേടിക്കണ്ട, ഇനിയും തലകൾ കൊയ്യാനുണ്ട്. ഈ മോളെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മോളെ പോലെ ഒരു ചെറിയ പെൺകുട്ടി എനിക്കറിയാമായിരുന്നു. അവള് നല്ല മിടുക്കിയായിരുന്നു, നല്ല ധൈര്യമുള്ളവളായിരുന്നു. അവൾക്ക് ദൈവങ്ങളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവൾക്ക് വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൾ എന്റെ മോളായിരുന്നു. അവൾ ഇപ്പൊ ഇല്ല. ദൈവങ്ങൾ കാരണം. നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ദൈവങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുന്നതല്ല നിങ്ങൾ വിചാരിക്കുന്നത്? എന്നിട്ട് അവരെവിടെ? നിങ്ങളുടെ ദൈവങ്ങൾ എവിടെ? ഞങ്ങളെ രക്ഷിക്കാൻ തോർ വരും. തോർ എന്തായാലും വരും. അതെ, അവൻ ഇങ്ങോട്ട് വരട്ടെ. അത് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. അവനെ കൊണ്ടുവരാനാണ് ഞാൻ നിങ്ങളെ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് ഗോർ കുട്ടികളെ പേടിപ്പിച്ചുകൊണ്ടേയിരുന്നു. സോ ഗോർ പറഞ്ഞതിൽ നിന്ന് ഇത് വളരെ ക്ലിയർ ആയിട്ട് തോറിനെ വെടിക്ക് വരുത്താനുള്ള ഒരു കെണിയാണെന്ന് നമ്മൾക്ക് മനസ്സിലായി. തുടക്കം തൊട്ടേ ഗോറിന് സ്റ്റോം ബ്രേക്കറിൽ ഒരു കണ്ണുണ്ട്. സീൻ ചേഞ്ച് ആകുമ്പോൾ വീണ്ടും ഒംനിപൊട്ടന്റ് സിറ്റിയാണ് കാണിക്കുന്നത്. തോറിന്റെ റെഡ് കേപ്പ് നോക്കിയാൽ മനസ്സിലാവും നേരത്തെ കീറി പറഞ്ഞ് കത്തിപ്പോയെങ്കിലും അത് വീണ്ടും ഓട്ടോമാറ്റിക്കലി ശരിയായിട്ടുണ്ട്. അസ്ഗാർഡിയൻ മാജിക്. ഇപ്പൊ ഇവർക്ക് ഈസി ആയിട്ട് അങ്ങോട്ട് കയറി ചെല്ലാനൊന്നും പറ്റില്ല. കാരണം ക്ഷണിക്കപ്പെട്ട ദൈവങ്ങൾ മാത്രമാണ് ഒംനിപൊട്ടന്റ് സിറ്റിയിലേക്ക് വരാൻ പാടുള്ളൂ. അല്ലാതെ ആരെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ ചിലപ്പോൾ പ്രശ്നമാവും. എന്തായാലും വാൾ കയറി പോയി ഇവിടേക്ക് ക്ഷണിക്കപ്പെട്ടു വന്നിരിക്കുന്ന ഒരു കൂട്ടം ദൈവങ്ങളുടെ ഡ്രസ് അടിച്ചെടുത്തോണ്ട് വന്നിരിക്കുകയാണ്. ഇത് എങ്ങനെ എടുത്തോണ്ട് വന്നെന്ന് ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി പറയാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് വാൾ കയറി പറയുന്നത്. ഇനി അടിച്ച് ബോധം കെടുത്തിയോ കൊന്നുകളഞ്ഞോ അല്ലെങ്കിൽ തിളക്കത്തിൽ ദിലീപ് മുണ്ട് പറിക്കുന്നത് പോലെ ഓടിപ്പോയി പറിച്ചിട്ട് വന്നാണോന്നൊന്നും അറിയില്ല. എന്തായാലും ഒളിച്ചു കിടക്കാനുള്ള ഡ്രസ്സ് കിട്ടി. ഇത് കിട്ടിയിരിക്കുന്നത് ഇമോഷൻ ഗോഡ്സിന്റെ കയ്യിൽ നിന്നാണ്. പേര് പോലെ തന്നെ വികാരങ്ങളുടെ ദൈവങ്ങളായിരിക്കും അത്. ദേഷ്യത്തിന്റെ ദേവൻ, കരച്ചിലിന്റെ ദേവൻ, വിജൃംഭിച്ച ദേവൻ, അങ്ങനെ പല വികാരങ്ങളുടെ ദേവന്മാരായിരിക്കും. ഓരോ വികാരങ്ങളുടെ ദൈവങ്ങൾക്കും പ്രത്യേക കളറിലുള്ള വസ്ത്രങ്ങളുണ്ട്. അതാണ് വാൾ കയറി അടിച്ചെടുത്തോണ്ട് വന്നിരിക്കുന്നത്. അങ്ങനെ അവർ ആ ഡ്രസ്സ് ഇട്ട് നേരെ ഉള്ളിലേക്ക് കടന്നു. അവിടെ വിശാലമായ ഒംനിപൊട്ടന്റ് സിറ്റിയാണ് കാണാൻ പറ്റുന്നത്. സ്വർണ്ണ നിറം കൊണ്ടാണ് ഒട്ടുമിക്ക സ്ഥലവും ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപാട് ദൈവങ്ങൾ അവിടെ ഓൾറെഡി വന്നിരിക്കുന്നു. ഗോൾഡൻ ടെമ്പിൾ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ദൈവങ്ങൾ ഒത്തുകൂടുന്നതുകൊണ്ട് തന്നെ ഇതൊരു ക്ഷേത്രം പോലെ തന്നെയാണ്. ഇവിടെ ഒരുപാട് ദൈവങ്ങളെ കാണിക്കുന്നുണ്ട്. തോറിന് അറിയുന്ന ചില ദൈവങ്ങളെ തോർ ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. വലിയൊരു സ്പൂണിൽ കൊഴുക്കട്ട വെച്ച പോലെ ഒരു ദൈവം, ഒരു മൈലിന്റെ ഫുൾ മൈൽപ്പീലി തലയിൽ കുത്തി വെച്ച പോലെ ഒരു ദൈവം, ഇങ്ങനെ പല പല ദൈവങ്ങൾ. അവസാനം കോർഗ് പറഞ്ഞ അവന്റെ ദൈവത്തിന്റെ അടുത്തെത്തി. ആ ദൈവത്തിന്റെ പേര് നിന്നി ഓഫ് ദ നോനി. ഒരു ദൈവത്തിനിടാൻ പറ്റിയ പേരാണോ ഇതൊക്കെ? ചിന്നി ഓഫ് ദ ചുണ്ണി എന്നൊന്നും ഇടഞ്ഞത് ഭാഗ്യം. അങ്ങനെ അവരെല്ലാവരും കൂടി അവിടെ ദൈവങ്ങൾക്ക് വെച്ചിരിക്കുന്ന സീറ്റ് പോയി പിടിച്ചു. പെട്ടെന്ന് അവിടേക്ക് ഒരു കൂട്ടം മേഘങ്ങൾ ഉരുണ്ടുകൂടി വരാൻ തുടങ്ങി. എല്ലാവരും ആ ഉന്നതനായ ദൈവത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഇടിമിന്നലിനെ കയ്യിലിട്ട് അമ്മാനമാടുന്ന ഗ്രീക്ക് പുരാണ കഥകളിലെ ഏറ്റവും പ്രായമുള്ളതും ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ളതും ഏറ്റവും ശക്തനുമായ ദൈവം ദ സ്യൂസ്. എല്ലാവരും സ്യൂസിന്റെ പേര് ഉറക്കെ ഉറക്കെ പറയാൻ തുടങ്ങി. അവിടെ ഇരിക്കുന്ന മിക്ക ദൈവങ്ങളും ഈ പറയുന്ന സ്യൂസിന്റെ ഫാൻസ് ആണ്. മിന്നൽ കൊണ്ട് നിറഞ്ഞ ആ മേഘത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു കൈ പുറത്തേക്ക് വരുവാണ്. ആ കൈയിലേക്ക് മിന്നലിന്റെ ഷേപ്പിലുള്ള ഒരു ആയുധവും പാഞ്ഞു വന്നിരിക്കുന്നു. അതാണ് സ്യൂസ്. ഇനി സ്യൂസിന്റെ പട്ടി ഷോ തുടങ്ങുകയായി. ഇനി സ്യൂസിന്റെ പ്രകടനങ്ങൾ തുടങ്ങുകയായി. താനാണ് ദൈവങ്ങളിൽ ഏറ്റവും മികച്ച ദൈവം എന്നാണ് സ്യൂസ് സ്വയം കരുതുന്നത്. അതിന്റെ എല്ലാവിധ അഹങ്കാരവും കുന്തളിപ്പും അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാനുണ്ട്. അതെ, എന്റെ പേര് ഉറക്കെ പറയൂ, ഞാനാണ് സ്യൂസ്. ജെയിൻ, ഞാൻ ചെറുപ്പം തൊട്ടേ സ്യൂസിന്റെ ഒരു ഫാനാ. എന്റെ മോട്ടിവേഷനും ഇൻസ്പിറേഷനുമാണ് സ്യൂസ്. അറിയോ, ഇദ്ദേഹത്തിന്റെ ഒരുപാട് വീരകഥകൾ എനിക്ക് കാണപ്പാടുമാണ്. അതൊക്കെ കേട്ട ഞാൻ വളർന്നത്. സത്യം പറഞ്ഞ ഞാൻ ഇടിമിന്നലിന്റെ ദേവനാ. അദ്ദേഹവും അതെ. ഗോഡ് ഓഫ് ലൈറ്റ്നിങ്, ഗോഡ് ഓഫ് തണ്ടർ, സെയിം ബട്ട് ഡിഫറെന്റ്. നോ മണി നോ ഹണി. അതെന്തായാലും നന്നായി. അങ്ങേരോട് സഹായം ചോദിക്കാൻ പോകുമ്പോ ഈ കാര്യമൊക്കെ എന്തായാലും പറഞ്ഞു. അപ്പൊ അങ്ങേര് ഇംപ്രസ് ആവും. ഇപ്പൊ തന്നെ പോയി ചോദിച്ചാലോ? അത് വേണ്ട ജെയിൻ, ഇപ്പൊ സ്യൂസിന്റെ മാരക പ്രകടനം നടക്കാൻ പോവാ. അത് കാണാൻ എല്ലാവരും കാത്തിരിക്കുന്നത്. ഇത് വളരെ പ്രസിദ്ധമാണ്. അതിന്റെ ഇടയ്ക്ക് കയറി നമ്മൾ ശല്യപ്പെടുത്തരുത്. സ്യൂസിന് ദേഷ്യം വന്നാൽ പിന്നെ പിടിച്ച കെട്ടില്ല. അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ആയുധം കണ്ടോ? മിന്നലിന്റെ ഷേപ്പ് ഉള്ളത്. അതിന്റെ പേരാണ് തണ്ടർ ബോൾട്ട്. മിന്നലിന്റെ ശക്തിയൊക്കെ ആവാഹിച്ചു വെച്ചിരിക്കും ആ ആയുധത്തിൽ. സ്യൂസിനെ കൊണ്ട് ഇതിങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ഈ ആയുധം ഭയങ്കര പവർഫുള്ളാ. അങ്ങനെ സ്യൂസ് ഈ പറഞ്ഞ തണ്ടർ ബോൾട്ട് വെച്ച് വളരെ പ്രഗത്ഭമായ രീതിയിൽ പട്ടിഷോ നടത്തി. എല്ലാവരും ഇത് കണ്ട് ആർപ്പ് വിളിച്ചു. തണ്ടർ ബോൾട്ടിനെ മുന്നിലേക്ക് വിടുന്നു. അതിനെ കൺട്രോൾ ചെയ്ത് കഷ്ണമാക്കി തെറിപ്പിച്ച് പല രൂപങ്ങൾ ഉണ്ടാക്കുന്നു. മെയിനായിട്ട് സ്യൂസിന്റെ തന്നെ രൂപമാണ് ഉണ്ടാക്കുന്നത്. ഒരു സ്വയംഭംഗിയാണ് സ്യൂസ്. അത് കഴിഞ്ഞ് തണ്ടർ ബോൾട്ടിന്റെ കഷ്ണങ്ങളെ തിരിച്ചു വിളിച്ച് വീണ്ടും മിന്നലിന്റെ ഷേപ്പിലാക്കുന്നുണ്ട്. ഇങ്ങനെ ആ ആയുധത്തെ ഇഷ്ടമുള്ളതുപോലെ കൺട്രോൾ ചെയ്യാൻ സ്യൂസിന് പറ്റും. ഇനി എല്ലാവരും നിശബ്ദത പാലിക്കുക. വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. ഏറ്റവും പ്രധാനം, ഈ വർഷത്തെ കൂട്ടക്കളികൾ, അതായത് ഈ വർഷത്തെ ഗെയിംസ്, മത്സരങ്ങൾ, അതൊക്കെ എവിടെ വെച്ച് എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കണം. എന്താ തോറിയാണ് പറയുന്നത്? ഗെയിംസ് കളിച്ചിരിക്കലാണോ ദൈവങ്ങൾക്ക് പണി? ജെയിൻ, എനിക്ക് ഇതൊരു തമാശയായിരിക്കുന്ന തോന്നുന്നത്. ചിലപ്പോൾ സ്യൂസ് മൂഡൊന്ന് കൂളാക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും. ഇദ്ദേഹം ഒരു വലിയ ആളാ. ഒരിക്കലും നമ്മൾ സ്യൂസിനെ സംശയിക്കരുത്. ഹേ ഗായ്സ്, മിണ്ടാതിരിക്കാൻ പറഞ്ഞത് കേട്ടില്ലേ? എന്നോട് എഴുന്നേപ്പിക്കരുത്. ഇത് പറയുന്ന ദൈവത്തിന് 2 കാൽപാദങ്ങളും തലയും മാത്രമേ ഉള്ളൂ. ഇത് വെച്ച് എങ്ങനെ എഴുന്നേക്കുന്നതെന്ന് അറിയില്ല. അടുത്തതായി ഒരു സമ്മാനദാന ചടങ്ങാണ്. ഏത് ദൈവത്തിന്റെ പേരിലാണോ ഏറ്റവും കൂടുതൽ മനുഷ്യർ തമ്മിൽ തെളിച്ചാവുന്നത് ആ ദൈവത്തിന് കൊടുക്കുന്ന പുരസ്കാരം. ജെയിൻ,
ഞാൻ സ്യൂസിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ അത്ര ശരിയാന്ന് തോന്നുന്നില്ല. ആളിച്ചിരി പ്രശ്നക്കാരനാണെന്ന് തോന്നുന്നേ. അപ്പൊ ഞാൻ കേട്ട കഥകളൊക്കെ സത്യമല്ലേ? തോർ, ഇതിപ്പോ കുറെ നേരമായല്ലോ. ലക്ഷണം കണ്ടിട്ട് ഈ ദൈവങ്ങളോ സ്യൂസോ നമ്മളെ സഹായിക്കുമെന്ന് തോന്നുന്നില്ല. ഇവരൊന്നും അത്ര നല്ല ദൈവങ്ങളല്ല. ഞാനൊരു പ്ലാൻ പറയാം. ഇവരൊന്നും വന്നില്ലെങ്കിലും കുഴപ്പമില്ല. സ്യൂസിന്റെ കയ്യിലിരിക്കുന്ന തണ്ടർ ബോൾട്ട് ഉണ്ടല്ലോ, ആ ആയുധം നമ്മൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. നമ്മൾക്ക് സ്യൂസിനെ അടിച്ചിട്ട് ആ തണ്ടർ ബോൾട്ടും കൊണ്ട് രക്ഷപ്പെട്ടാലോ? ഞാൻ 3 വരെ എണ്ണും. അത് കഴിയുമ്പോൾ നമ്മളെല്ലാവരും പല വഴിക്ക് പോയി അറ്റാക്ക് ചെയ്യണം. ഓക്കെ വോൾക്കേറി, വെയിറ്റ്. ഇത്ര തിരക്ക് കൂട്ടല്ലേ, നമ്മൾക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആദ്യം അദ്ദേഹത്തിനോടൊന്ന് ചോദിച്ചു നോക്കാമല്ലോ. സ്യൂസ് എന്തായാലും നമ്മളെ സഹായിക്കും. അദ്ദേഹം മഹാനായ സ്യൂസ് അല്ലേ, എന്തായാലും സമ്മതിക്കും. സമയമാകുമ്പോ ഞാൻ തന്നെ പറയാം. പെട്ടെന്ന് ഇവരിങ്ങനെ സംസാരിക്കുന്നത് കണ്ട് സ്യൂസിന് ദേഷ്യം വന്നു. ആരാ സംസാരിക്കുന്നത്? ദേ ഇവരൊക്കെ സംസാരിച്ച ഞാനല്ല. ക്ഷമിക്കണം മഹാനായ സ്യൂസ്, ഇനി ഞങ്ങൾ ശബ്ദം ഉണ്ടാക്കില്ല. എന്തിനാ തോർ ഇങ്ങനെ പാവാവുന്നേ? ദേ ഞങ്ങൾ ഇറങ്ങി ഫൈറ്റ് ചെയ്യാൻ പോവാ. അതെ തോർ, ഇന്ന് ഞാൻ ഒരുപാട് തലകൾ കൊയ്യും. നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ പെരുമാറുന്നേ. വാൾക്കയറി, സത്യം പറഞ്ഞ എനിക്ക് ജെയിനുമായിട്ട് എന്താ പരിപാടി? മഹാനായ സ്യൂസ്, ആദ്യമേ തന്നെ പറയട്ടെ, ഈ വേദിയിൽ വരാനും ഇരിക്കാനും പറ്റിയത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതും അങ്ങയുടെ മുന്നിൽ. മോനെ, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഈ വേദിയുടെ നടുക്കോട്ടൊന്ന് വരൂ. അയ്യോ, പറഞ്ഞത് കേട്ടില്ലേ? വേദിയിലോട്ട് വരണം. അയ്യോ, ഞാൻ സ്റ്റേജിലോട്ട് വരണോ? വരണമെന്ന് പറഞ്ഞാൽ വരണം. വെറുതെ സമയം കളയരുത്. പച്ച മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത്. ഇങ്ങോട്ട് കേറി നിക്ക്, എന്നിട്ട് പറയാനുള്ളത് പറ. ഗൈസ്, ഞാൻ പോയിട്ട് വരാം. സ്യൂസ് എന്തായാലും നമ്മളെ ഹെൽപ്പ് ചെയ്യും, എനിക്ക് ഉറപ്പാ. അങ്ങനെ തോർ വേദിയുടെ നടുക്കിലേക്ക് എത്തി. മഹാശക്തനായ സ്യൂസ്, വാവ്, പ്രപഞ്ചത്തിലെ ശക്തരായ ദൈവങ്ങളെ നിങ്ങൾ എല്ലാവരും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. സത്യത്തിൽ ഞാൻ വന്നത് നിങ്ങളോടൊക്കെ ഒരു സഹായം ചോദിക്കാൻ വേണ്ടിയാണ്. ഒരു സൈന്യത്തെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നമ്മൾ ദൈവങ്ങളെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി ഗോഡ് ബുച്ചർ എന്ന് പറയുന്ന ഒരു ഭ്രാന്തൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ ദൈവങ്ങളെ കൊത്തിയെരിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഒരു ദയയോ ദാക്ഷിണ്യമോ ഇല്ലാതെ എല്ലാ തരം ദൈവങ്ങളെയും എല്ലാ സ്ഥലത്തുള്ള ദൈവങ്ങളെയും അവൻ കൊന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും അപകടത്തിലാണ്. ഇനിയും അവൻ ദൈവങ്ങളെ കൊല്ലുന്നതിന് മുന്നേ മഹാനായ സ്യൂസിന്റെയും ഇവിടെ ഇരിക്കുന്ന ദൈവങ്ങളുടെയും സഹായം ഉണ്ടെങ്കിൽ എനിക്ക് അവനെ തടയാൻ സാധിക്കും. നമുക്ക് ഒരുമിച്ച് അവൻ ഇല്ലാതെയാക്കാം. ഹലോ മോനെ, നിന്റെ പ്രസംഗം മതിയാക്ക്. ഈ പറയുന്ന ഗോഡ് ബുച്ചറിനെ പറ്റി ഞാനും കേട്ടിട്ടുണ്ട്. ഗോർ ദി ഗോഡ് ബുച്ചർ. അവൻ ആ കൂടി 2 ശക്തിയില്ലാത്ത ദൈവങ്ങളെ കൊന്നത്. അതത്ര വലിയ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യവുമില്ല. എനിക്കെന്താ വട്ടാണോ അവനെ കണ്ട് പേടിക്കാൻ? അപ്പൊ മോനെ സുന്ദര, പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നേരെ പോയി ആ സീറ്റിലിരുന്നോ. വെറുതെ എന്റെ മൂടുകളല്ലേ. സോറി സ്യൂസ്, ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ഒരു തമാശയായിട്ട് കാണരുത്. ഞാൻ സത്യമാണ് പറഞ്ഞത്. അവനൊരു അപകടകാരിയാണ്. നിരപരാധികളായ ദൈവങ്ങളെ പോലും അവൻ കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു അവസാനം കണ്ടേ പറ്റൂ. ശുശു, മിണ്ടല്ലേ. ഞാൻ മിണ്ടരുതെന്ന് പറഞ്ഞാ പിന്നെ മിണ്ടരുത്. അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞാ ഇരിക്കണം. ഇനി നീ ഇവിടെ നിന്ന് ചെലച്ചാൽ നിന്നെ ഈ വർഷത്തെ കൂട്ടക്കളികൾക്ക് കൂട്ടില്ല. സ്യൂസ് പ്ലീസ്, നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ എല്ലാവരുടെയും കാര്യം അപകടത്തിലാവും. അങ്ങേക്ക് ദയവുണ്ടാകണം. ഓക്കെ, ഞാൻ തീരുമാനിച്ചു. ഈ കൊല്ലത്തെ കൂട്ടക്കളിക്ക് നിന്നെ കൂട്ടുന്നില്ല. നീ ഔട്ട്. പോയിരിക്കും അവിടെ. ദയവ് ചെയ്ത് ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിക്കൂ. നിനക്ക് മര്യാദയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലേ? ചങ്ങലയുടെ പൂട്ടവനെ. സ്യൂസ് ഇങ്ങനെ പറഞ്ഞതും 2 മിന്നൽ പിണറുകൾ വന്ന് തോറിന്റെ കൈകൾ ബന്ധിക്കുവാണ്. തോറിന് അനങ്ങാൻ പറ്റാതെയായി. ഈ സമയത്ത് ജെയിനും വാൾക്കേറിയും കൂടി എപ്പോ ഇറങ്ങി അടിക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. താൻ സിഗ്നൽ തരുമ്പോ അറ്റാക്ക് തുടങ്ങണമെന്നാണ് വാൾക്കേറി പറയുന്നത്. ജെയിനും കോർഗോ അതിനുവേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെ സ്യൂസും അയാളെ സേവിക്കുന്ന സ്ത്രീകളും ഒക്കെ കൂടി തോറിന്റെ അടുത്തേക്ക് ഇറങ്ങി നിൽക്കുവാണ്. എന്നിട്ട് സ്യൂസ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം അങ്ങോട്ട് ചെയ്യുന്നു. നിന്റെ ഈ വേഷങ്ങൾക്കുള്ളിലെ ശരിക്കുള്ള നീ ആരാണെന്ന് എനിക്ക് അറിയണം. അതുകൊണ്ട് നിന്റെ വേഷം ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റുകയാണ്. 1 2 3 മുണ്ടൂര്. സ്യൂസ് അങ്ങനെ പറഞ്ഞതും തോറിന്റെ മേല് കിടന്ന ഡ്രസ്സ് നേരെ ഊരിപ്പോവാണ്. ഒരു തുണി പോലും ഇല്ലാതെയാണ് തോർ എല്ലാവരുടെയും മുന്നിൽ ആ വേദിയിൽ ഇങ്ങനെ നിൽക്കുന്നത്. അതും അനങ്ങാൻ പറ്റാതെ. തോറിന്റെ മുന്നിൽ നിൽക്കുന്ന സ്ത്രീകൾ ഈ കാഴ്ച കണ്ട് ബോധം കെട്ടു വീഴുവാണ്. ബോധം കെടാൻ മാത്രം അവരെന്താ കണ്ടതെന്ന് അറിയില്ല. സ്യൂസ് പോലും ഞെട്ടിപ്പോയി. എന്തായിരിക്കും അത്? നിങ്ങൾ എന്താ ചെയ്തത്? ഇത് കുറച്ച് കൂടിപ്പോയി. ഇത്രയ്ക്ക് വേണ്ടായിരുന്നു. ഈ സമയത്ത് വാൾക്കേറിയും ജെയിനും അറ്റാക്ക് ചെയ്താലോ എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷെ തോറിനെ ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ അവർ അറ്റാക്ക് കുറച്ചു നേരത്തേക്ക് മാറ്റി വെച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. പാവ സ്ത്രീകളുടെ കയ്യിൽ നിന്ന് തോറിന് രക്ഷയില്ല. ഇവര് തോറിനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇതൊക്കെ? ഈ സമയത്ത് സ്യൂസ് തോറിന്റെ കൂടെ വന്നവരുടെയും ഡ്രസ്സ് പോലെ മാറ്റണമെന്ന് ചോദിക്കുന്നു. വാൾക്കേറിയും ജെയിനും കോർഗും എന്തായാലും റിസ്ക് എടുക്കാൻ നിന്നില്ല. അവർ പെട്ടെന്ന് ആ തുണി മാറ്റി താഴെ ഇടുവാണ്. ഇനി എങ്ങാനും സ്യൂസ് തോറിന് ചെയ്ത പോലെ വാൾക്കേറിയും ജെയിനെയും മറ്റോ ചെയ്താലോ? ആകെ കുഴപ്പമാവും. കോർഗിന് പിന്നെ അങ്ങനെ പ്രശ്നമില്ലാന്ന് തോന്നുന്നു. അവൻ മുഴുവനായിട്ട് കല്ലാണല്ലോ. ഈ സമയത്ത് നമ്മൾ തോറിന്റെ പിന്നാമ്പുറം കാണുന്നു. തോറിന്റെ പുറം ഭാഗം കാണുന്നു. അവിടെ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ എല്ലാവരും വിഷമിപ്പിച്ച് കളയും. തോർ അവിടെ പച്ച കുത്തിയിരിക്കുന്നത് RIP ലോക്കി എന്നാണ്. ബ്രദേഴ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ലോക്കിയുടെ തലയിൽ വെക്കാറുള്ള കിരീടവും അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. സോ തന്റെ മുന്നിൽ വെച്ച് മരിച്ചുപോയ ലോക്കിയെ തോർ അത്രയധികം മിസ് ചെയ്യുന്നുണ്ട്. അവെഞ്ചേഴ്സ് 2012 ടൈം ട്രാവൽ ചെയ്ത് പോയപ്പോ ലോക്കി സ്പേസ് സ്റ്റോൺ എത്തി രക്ഷപ്പെട്ടത് അവർ തോറിനോട് പറഞ്ഞില്ല. തോർ ആ സമയത്ത് അസ്ഗാർഡിലേക്കാണല്ലോ ടൈം ട്രാവൽ ചെയ്തത്. അപ്പൊ ആ കാര്യമൊന്നും തോർ അറിഞ്ഞിട്ടുണ്ടാവില്ല. അതും അറിയാൻ മാത്രമൊന്നും ഇല്ലല്ലോ. 2012 ലോക്കി സ്പേസ് സ്റ്റോൺ എടുത്ത് എങ്ങോട്ടോ പോയി, അത്രേ ഉള്ളൂ.
തോറിന്റെ പുറത്ത് കാണുന്ന ഈ ലിസ്റ്റിൽ അവന് നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ പേരാണ് എഴുതി വെച്ചിരിക്കുന്നത്. അവന്റെ കൂട്ടുകാർ, ടോണി സ്റ്റാർക്ക്, നതാഷ, അങ്ങനെയുള്ള ആളുകളുടെ പേരുകൾ. സത്യം പറഞ്ഞാൽ ലോക്കിയെ നമ്മളും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടല്ലേ. ലോക്കി ഒരിക്കലും കൂടി വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷെ പാവം മരിച്ചുപോയി. ലോക്കി ഇടയ്ക്കിടയ്ക്ക് ദ ഗ്ലോറിയസ് പർപ്പസ്, അതായത് മഹത്തായ ലക്ഷ്യം പൂർത്തിയാക്കാനുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ വെറുതെ വിധി അവനെ തട്ടിയെടുത്തു. ഒരുപക്ഷെ ലോക്കി ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ചിലപ്പോൾ ഈ പ്രപഞ്ചം തന്നെ മാറ്റിമറിച്ചാന് എനിക്കങ്ങനെ തോന്നാറുണ്ട്. നിങ്ങളും ലോക്കിയെ മിസ് ചെയ്യുന്നുണ്ടല്ലേ. എന്തെങ്കിലും ഓട്ടെ, നിന്നെ എനിക്ക് മനസ്സിലായി. നീ തോർ ഓഡിൻസൺ അല്ലേ, ഓഡിന്റെ മകൻ. ഓഡിൻ മരിച്ച വിവരം ഞാൻ അറിഞ്ഞു. അത് കഴിഞ്ഞ് അസ്ഗാർഡുകാർ ബാക്കിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ ആരും ഇവിടെയുള്ള ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടില്ലല്ലോ. നിന്നെ ആളുകൾ എന്താ വിളിക്കാറ്? ഇടിമിന്നലിന്റെ ദേവനോ, ദ ഗോഡ് ഓഫ് തണ്ടർ. അപ്പൊ ഞാനാരാ? നിനക്ക് ശരിക്കും അങ്ങനെ ശക്തികളുണ്ടോ, അതോ വെറുതെ ആരെങ്കിലും ഇട്ടു തന്നൊരു പേരാണോ? എനിക്ക് അങ്ങനെയാ തോന്നുന്നേ. സ്യൂസ് തോറിനെ കളിയാക്കുന്ന കണ്ട് വാൾക്കേറിക്കും ജെയിനും ദേഷ്യം വന്നു. പക്ഷെ സ്യൂസിന്റെ മക്കളും അവിടെയുള്ള മറ്റു കുറെ ദൈവങ്ങളും ഇത് കണ്ട് തോറിനെ കളിയാക്കി ചിരിക്കുകയാണ് ചെയ്യുന്നത്. സ്യൂസ് പ്ലീസ്, ഇത് നമ്മളെ പറ്റിയുള്ള വിഷയമല്ല. അവൻ അസ്ഗാർഡിലെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി. അസ്ഗാർഡിലെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയാ അത് അസ്ഗാർഡിലെ ദൈവങ്ങൾ വേണം നോക്കാൻ. അതായത് നിനക്കതിന് കഴിവില്ലെങ്കിൽ എന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനിവിടെ അതൊക്കെ ചെയ്യാനാണോ ഇരിക്കുന്നത്? എനിക്ക് വേറെ ഇഷ്ടംപോലെ പണികളുണ്ട്. ഞാൻ എന്താ പോലീസോ ഇങ്ങനെ ഒന്ന് കംപ്ലൈന്റ് ചെയ്യാൻ? അസ്ഗാർഡിലെ പ്രശ്നങ്ങൾ അസ്ഗാർഡുകാർക്ക്, അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് അസ്ഗാർഡിൽ മാത്രം ഒതുങ്ങുന്ന പ്രശ്നങ്ങളല്ല. ശക്തരിൽ ശക്തരായ ദൈവങ്ങൾ പോലും അവന്റെ മുന്നിൽ വീഴുന്നുണ്ട്. അവൻ ദൈവങ്ങളെ കൊന്നു വീഴ്ത്തുന്നു. നിങ്ങൾ എന്റെ ഹീറോ ആണ് സ്യൂസ്. നിങ്ങൾ എന്റെ ഇൻസ്പിറേഷൻ ആണ്, എന്റെ മോട്ടിവേഷൻ ആണ്. നിങ്ങൾ ആ ഗോഡ് ബുച്ചറിനെ ഭയക്കുകയാണോ? നീ എന്ത് പറഞ്ഞു? ഒന്നുകൂടി പറ. ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് സ്യൂസ് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. അപ്പോഴാണ് നമ്മൾ കാണുന്നത് കോട്ടും സ്യൂട്ടും ഇട്ട് അടി ട്രൗസർ ഇട്ട് വന്ന എങ്ങനെ ഉണ്ടാവും അതുപോലെ സ്യൂസ് അടിയിൽ ഒരു വെള്ളപ്പാവാടി ഇട്ടുകൊണ്ട് വരുന്നത്. സ്യൂസ് ആരും കേൾക്കാതെ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി തോറിന്റെ അടുത്തേക്ക് വരുവാണ്. തോർ ഓഡിൻസ്, നിന്നോട് മാത്രം ചില കാര്യങ്ങൾ ഞാൻ പറയാം. സത്യം പറയാലോ, എനിക്ക് പേടിയുണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. ശരി, എനിക്ക് പേടിയാ. അവന്റെ കയ്യിൽ നെക്രോസോഡ് ഉണ്ട്. അത് വെച്ച് ദൈവങ്ങളെ കൊല്ലാൻ പറ്റും. ദൈവങ്ങൾക്ക് അതുകൊണ്ട് മുറിവേറ്റ ഭേദമാവാൻ ബുദ്ധിമുട്ടാ. മരിക്കില്ലെന്ന് പോലും പറയാൻ പറ്റില്ല. നമ്മളെ അവന് കൊല്ലാൻ പറ്റും. മറ്റൊരു കാര്യം, നീ ചെയ്യാൻ പോകുന്നത് ഒരു നല്ല കാര്യമാണെന്ന് എനിക്കറിയാം. നിനക്ക് ധൈര്യമുണ്ട്. പക്ഷേ നീ ഇപ്പൊ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാ ഇവിടുത്തെ ദൈവങ്ങളൊക്കെ പേടിക്കില്ലേ? ഞാൻ എന്താ ഒന്നും ചെയ്യാത്തതെന്ന് അവരെന്നോട് ചോദിക്കില്ലേ? അതെനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എപ്പോഴും ഇങ്ങനെ ഹീറോയെ പോലെ ഇരിക്കാൻ ഇഷ്ടം. എല്ലാവരുടെയും മനസ്സിൽ ഞാനൊരു ഹീറോ ആയിരിക്കണം. ഒംനിപൊട്ടന്റ് സിറ്റി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാ. ഇവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മളൊക്കെ സുരക്ഷിതരായിരിക്കും. അതുകൊണ്ട് നീ തൽക്കാലം ഇവിടെ നിൽക്ക്. ഗോഡ് ബുച്ചർ ഇങ്ങോട്ട് വരില്ല. അതുകൊണ്ട് സുന്ദര, നിനക്ക് ഇവിടെ ആവശ്യമുള്ളതൊക്കെ കിട്ടും. ബണ്ണിന് ബണ്ണ്, പെണ്ണിന് പെണ്ണ്. ഐ മീൻ, നിനക്ക് ഇഷ്ടമുള്ള ആഹാരവും ദേവസ്ത്രീകളും ഇവിടെ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഈ ഒംനിപൊട്ടന്റ് സിറ്റി വിട്ട് നീ എങ്ങോട്ടും പോവില്ല. മൂന്നാമത്തെ കാര്യം, മഹാനായ സ്യൂസിനോട് തിരിച്ചു സംസാരിക്കരുത്. സംസാരിച്ചാൽ ഇതുപോലെ നിൽക്കേണ്ടി വരും. പിന്നെ ഞാൻ നേരത്തെ മുണ്ടൂരി വിട്ടത് കുറച്ച് കൂടി പോയെന്നറിയാം. അത് കാര്യമാക്കണ്ട. നിന്റെ ഡ്രസ്സൊക്കെ ഞാൻ തിരിച്ചു തരാം. അപ്പൊ ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ നല്ല കുട്ടിയായിട്ടിരിക്കുക. സ്യൂസ് പോകുന്ന വഴിക്ക് തോറിന്റെ വസ്ത്രങ്ങൾ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അതിനേക്കാൾ തമാശ എന്താന്ന് വെച്ചാ തോറിന്റെ ഡ്രസ്സ് തിരിച്ചു വന്നപ്പോ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് നിന്ന സ്ത്രീകളുടെ മുഖത്തുള്ള സന്തോഷം പോയി. എന്തായിരിക്കും അതിന് കാരണം? സ്യൂസ്, നിങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നില്ലെങ്കിൽ വേണ്ട. പക്ഷെ നിങ്ങളുടെ ആയുധം, ആ മഹത്തായ തണ്ടർ ബോൾട്ട്, അതെങ്കിലും ഞങ്ങൾക്ക് തരണം. ഗോഡ് ബുച്ചറിനെ കൊല്ലാൻ ഞങ്ങൾക്കത് ഉപയോഗിക്കാൻ സാധിക്കും. ഈ സ്യൂസിന്റെ മഹത്തായ ആയുധം തണ്ടർ ബോൾട്ട് നിങ്ങൾക്ക് തരണമെന്നാണോ പറയുന്നത്? എടാ കൊച്ചനെ, അത് മിന്നലാണ്. അതൊക്കെ നിന്നെ കൊണ്ട് താങ്ങുവോ? താങ്ങത്തില്ല. വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും വെക്കണ്ട. എന്നെ കൊണ്ടല്ലാതെ ആർക്കും തണ്ടർബോൾട്ട് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ പറഞ്ഞ് സ്യൂസ് തണ്ടർബോൾട്ടിനെ കയ്യിലെടുത്ത് വീണ്ടും പട്ടിഷോ കാണിക്കുന്നു. എന്നിട്ട് തോറിനോട് ഇത് തരാൻ പറ്റില്ല എന്ന് തുറന്നടിച്ചങ്ങോട്ട് പറയുവാണ്. വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവങ്ങളെ ഇല്ലാതെയാക്കാൻ നടക്കുന്നവൻ ഒരിക്കലും ഒംനിപൊട്ടന്റ് സിറ്റിയിലേക്ക് എത്തില്ല. നിങ്ങളിവിടെ സുരക്ഷിതരാണ്. അത് മാത്രമല്ല, അവൻ ആഗ്രഹിക്കുന്നത് ഇറ്റേണിറ്റിയിലെത്താനാണ്. അവനെ കൊണ്ട് അതിനും സാധിക്കില്ല. നിങ്ങൾ ആരും പേടിക്കണ്ട. ഇത് കേട്ട് തോറും വാൾക്കേറിയും ഞെട്ടുന്നുണ്ട്. ജെയിൻ എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോഴാണ് വാൾക്കേറി ഒരു കാര്യം പറയുന്നത്. ദ സെന്റർ ഓഫ് യൂണിവേഴ്സ്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ നടുക്കുള്ള ഒരു പ്രത്യേക സംഭവമാണ് ഇറ്റേണിറ്റി. ഇറ്റേണിറ്റിയുടെ അടുത്ത് ആരാണോ ആദ്യം ചെല്ലുന്നത് അയാൾ പറയുന്ന ഒരാഗ്രഹം, അതെന്ത് തന്നെ ആയാലും ഇറ്റേണിറ്റി സാധിച്ചു കൊടുക്കും. അപ്പൊ ഗോർ എന്തിനായിരിക്കും ഇറ്റേണിറ്റിയിൽ എത്താൻ ശ്രമിക്കുന്നത്? തീർച്ചയായിട്ടും ഇറ്റേണിറ്റിയുടെ മുന്നിൽ ആദ്യം ചെന്ന് ദൈവങ്ങളെയൊക്കെ ഇല്ലാതെയാക്കണമെന്ന ആഗ്രഹം പറയാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ പറയുകയാണെങ്കിൽ ഇറ്റേണിറ്റി ഒറ്റയടിക്ക് ആഗ്രഹം സാധിച്ചു കൊടുക്കും. നമ്മളുടെ താനോസ് ഇൻഫിനിറ്റി സ്റ്റോൺ എടുത്ത് ഇങ്ങനെ സ്നാപ്പ് ചെയ്യുമല്ലോ, അപ്പോൾ ആളുടെ എന്ത് ആഗ്രഹമാണെങ്കിലും നടക്കും. അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണിത്. ആരാണോ ഇറ്റേണിറ്റിയുടെ മുന്നിൽ ആദ്യം ചെല്ലുന്നത് അയാളുടെ ആഗ്രഹം ഇറ്റേണിറ്റി സാധിച്ചു കൊടുക്കും. മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് സ്യൂസ് പറയുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. പ്രപഞ്ചത്തിന്റെ നടുക്ക്, അതായത് സെന്റർ ഓഫ് യൂണിവേഴ്സിലാണ് ഇറ്റേണിറ്റി ഇരിക്കുന്നത്. പക്ഷെ അങ്ങോട്ട് ചെന്നത് കൊണ്ട് മാത്രം ഗോറിന് ഇറ്റേണിറ്റിയെ കാണാനോ ആഗ്രഹം ചോദിക്കാനോ സാധിക്കില്ല. അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് തുറക്കാൻ ഒരു താക്കോൽ ആവശ്യമാണ്. ആ താക്കോൽ കണ്ടുപിടിച്ചുകൊണ്ട് ചെന്ന് ആ ഗേറ്റ് തുറന്നാൽ മാത്രമേ ഗോറിന് അല്ലെങ്കിൽ ആർക്കായാലും ആദ്യം ഇറ്റേണിറ്റിയുടെ അടുത്തെത്താൻ പറ്റൂ. സോ ഗോറിനെ കൊണ്ടത് ചെയ്യാൻ പറ്റില്ല എന്നാണ് സ്യൂസ് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത്. ഇതിനെപ്പറ്റിയുള്ള കുറച്ചുകൂടി കാര്യങ്ങൾ വീഡിയോയുടെ അവസാനം പറയാം. നിങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെയല്ല സ്യൂസ്. ഇങ്ങനെ ബീരുക്കളെ പോലെ ഒളിച്ചിരിക്കേണ്ടവരല്ല ദൈവങ്ങൾ.
ദൈവങ്ങൾ. നമ്മൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ സ്വർണ്ണ കൊട്ടാരത്തിൽ ഒളിച്ചിരിക്കാൻ ആർക്കും സാധിക്കും. അതിന് ദൈവമാകണമെന്നില്ല. നമ്മളുടെ കടമകൾ നമ്മൾ മറക്കുകയാണോ? ഇതാണോ നമ്മൾ ചെയ്യേണ്ടത്? എന്നാൽ ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണ്ട. ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ഗോറിനെ തടയും. ഓക്കെ മോനെ, നീ പറഞ്ഞതൊക്കെ ശരി. പക്ഷേ നിന്നെ ഞാൻ ഇവിടുന്ന് പുറത്തു വിട്ടാലേ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂ. ഒംനിപൊട്ടന്റ് സിറ്റി വളരെ രഹസ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ്. പ്രധാനമായിട്ടും ദൈവങ്ങൾക്കാണ് ഇങ്ങോട്ടുള്ള വഴി അറിയൂ. നിനക്കും അറിയാം. അപ്പോ നിന്നെ ഞാൻ പുറത്തു വിട്ട് കഴിഞ്ഞാൽ നീ ഗോറുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുമ്പോ അവൻ നീ വഴി ഈ സ്ഥലത്തേക്കുള്ള വഴി മനസ്സിലാക്കിയാലോ? അതൊരു റിസ്കാ. അത് സമ്മതിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഗോർ നിന്നെ ഉപയോഗിച്ച് ഈ സ്ഥലം കണ്ടുപിടിക്കണ്ട. അതുകൊണ്ട് നീ പുറത്തു പോവില്ല. തൽക്കാലം നീ ഇവിടെ താമസിക്കുക. അങ്ങനെ പറഞ്ഞ് സ്യൂസ് അയാളുടെ സ്വർണ്ണ നിറത്തിലുള്ള കാവൽക്കാരോട് തോറിനെ പിടിച്ചു കെട്ടാൻ പറയുവാണ്. ഈ സമയത്ത് തോർ തിരിഞ്ഞ് വാൾക്കേറിയോട് അടി തുടങ്ങാൻ സമയോ എന്ന് പറയുന്നു. പിന്നെ അവരൊന്നും നോക്കിയില്ല. അവരങ്ങോട്ട് ഫൈറ്റ് തുടങ്ങി. ജെയിൻ മ്യോൾനിയർ വലിച്ചെറിഞ്ഞതോടെ സ്വർണ്ണ നിറത്തിലുള്ള രക്തം ചീറ്റിത്തെറിപ്പിച്ച് സ്യൂസിന്റെ ഭടന്മാർ താഴെ വീഴാൻ തുടങ്ങി. തന്റെ കയ്യിൽ കെട്ടിവെച്ചിരിക്കുന്ന മിന്നൽ പിണറുകൾ വലിച്ചെറിഞ്ഞ് തോറും ഫൈറ്റ് തുടങ്ങി. അങ്ങനെ മുന്നിൽ വരുന്ന ഭടന്മാർ ഓരോരുത്തരായി താഴെ വീണുകൊണ്ടേയിരിക്കുവാണ്. ഇതൊക്കെ മറ്റു ദൈവങ്ങൾ നോക്കി നിൽക്കുകയാണ്. കോർഗും തോറിനെ ഫൈറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. വാൾക്കേറിയാണെങ്കിൽ കുറെ നാൾ റാണിയായിട്ടിരുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ഫൈറ്റിൽ ഏർപ്പെട്ടിട്ട് കുറെ നാളായി. അതുകൊണ്ട് അവൾക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പൊ അവിടെ മുഴുവൻ ഭടന്മാരുടെ സ്വർണ്ണരക്തം ചീറ്റിത്തെറിച്ചുകൊണ്ടിരിക്കുവാണ്. ഇത് കണ്ട് സ്യൂസിന് ക്ഷമിക്കാൻ പറ്റിയില്ല. അയാളുടെ തണ്ടർ ബോൾട്ട് എന്ന് പറയുന്ന ആയുധം നേരെ കയ്യിലേക്ക് എടുക്കുവാണ്. എന്നിട്ട് കോർഗിന്റെ മേലേക്ക് ഒരു ഒറ്റയേറ്. അത് കോർഗിന്റെ ശരീരം തുളച്ച് നേരെ പുറത്തേക്ക് കടക്കുവാണ്. തോറിന് അത് കണ്ടു നിൽക്കാൻ സാധിച്ചില്ല. തണ്ടർ ബോൾട്ട് ഏറ്റതോടെ കോർഗിന്റെ കല്ലുകൊണ്ടുള്ള ശരീരം പതുക്കെ പതുക്കെ ഇടിഞ്ഞിടിഞ്ഞ് വീഴാൻ തുടങ്ങി. അവന്റെ ശരീരത്തിൽ നിന്ന് കല്ലുകൾ അടർന്ന് താഴെ വീണു. കോർഗ് അവസാനമായി തോറിനെ വിളിക്കുന്നുണ്ട്. ഒന്ന് രക്ഷിക്കാൻ പറയാൻ പോലും പറ്റാതെ കോർഗ് താഴെ കല്ലുകളായി പൊടിഞ്ഞു വീഴുവാണ്. തോറിന് ഇത് ക്ഷമിക്കാൻ പറ്റിയില്ല. കുറെ കാലമായിട്ടുള്ള തന്റെ സുഹൃത്താണ്, അതും ഇത്രയും പാവമായിട്ടുള്ള കോർഗാണ് താഴെ വീണ് അനങ്ങാതെ കിടക്കുന്നത്. അതിന് കാരണക്കാരനായത് താൻ ഏറ്റവും ആരാധിച്ചിരുന്ന സ്യൂസ് എന്ന് പറയുന്ന അഹങ്കാരിയായ ദൈവം. തോറിനങ്ങോട്ട് ദേഷ്യം വന്നു. സ്യൂസ്, അഹങ്കാരം നിങ്ങളുടെ തലയ്ക്ക് മീതെ പറക്കുന്നു. ഇടിമിന്നലിന്റെ യഥാർത്ഥ ശബ്ദം എന്താണെന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. അഹങ്കാരിയായ സ്യൂസ് തോറിന്റെ മേലേക്കും തണ്ടർ ബോൾട്ടിനെ അയക്കുവാണ്. പക്ഷെ അയാൾക്ക് അറിയില്ല മുന്നിൽ നിൽക്കുന്നത് ഇടിമിന്നലിന്റെ ദേവനല്ല, സാക്ഷാൽ ഇടിമിന്നല് തന്നെയാണെന്ന്. ഒരു കൈകൊണ്ട് ചീറിപ്പാഞ്ഞു വന്ന തണ്ടർ ബോൾട്ടിനെ പിടിച്ചെടുക്കുവാണ്. തണ്ടർ ബോൾട്ടിന്റെ നിറം സ്വർണ്ണ നിറമാണ്. പക്ഷെ തോർ അത് പിടിച്ചതോടെ അവന്റെ ശരീരത്തിലെ ശരിക്കുള്ള മിന്നൽ, അതായത് നീല നിറത്തിലുള്ള മിന്നൽ അതിലേക്ക് പകരാൻ തുടങ്ങി. അങ്ങനെ ഓൾറെഡി ശക്തമായ തണ്ടർ ബോൾട്ടിന് തോറിന്റെ പവർ കിട്ടിയതോടെ വീണ്ടും ശക്തമാവുകയാണ്. തോർ പിന്നെ ഒന്നും നോക്കിയില്ല. അപ്പോ വന്ന ദേഷ്യത്തിൽ തണ്ടർ ബോൾട്ട് നേരെ സ്യൂസിന്റെ മേലേക്ക് പ്രയോഗിക്കുകയാണ്. ഇത് സ്യൂസ് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആ തണ്ടർ ബോൾട്ട് സ്യൂസിന്റെ നെഞ്ച് പിളർന്ന് നേരെ കടന്നു പോവുകയാണ്. അപ്പൊ ഇതാണ് തോർ പറഞ്ഞ യഥാർത്ഥ ഇടിമിന്നലിന്റെ ശബ്ദം. അത് സ്യൂസിന് ഇപ്പോഴാണ് മനസ്സിലായത്. അഹങ്കരിക്കാം, പക്ഷെ ഒരുപാടാവരുത്. പ്രത്യേകിച്ച് സഹായം ചോദിച്ചു വരുന്നവരെ കളിയാക്കരുത്. അത് മാത്രമല്ല, ഇടിമിന്നലിന്റെ ദേവനെ മിന്നൽ കാണിച്ച് പേടിപ്പിക്കരുത്. സ്യൂസ് നേരെ താഴേക്ക് വീഴുവാണ്. അയാളുടെ ചുറ്റും നിന്ന് ദാസിമാരൊക്കെ ദൂരേക്ക് ഓടിപ്പോയി. താഴെ വീണ് കിടക്കുന്ന കോർഗിന്റെ അടുത്തേക്ക് തോർ പെട്ടെന്ന് ഓടിച്ചെല്ലുവാണ്. അവന് ഭയങ്കര വിഷമമായി. പക്ഷെ അപ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത്. തോർ, ഞാൻ ചത്തിട്ടില്ല. ഞങ്ങളെ പോലെയുള്ളവർക്ക് ചെറിയൊരു ഭാഗം ബാക്കിയുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റും. ഇപ്പൊ എന്റെ മുഖത്തിനൊരു പ്രശ്നവും പറ്റിയിട്ടില്ല. ഞാൻ ജീവനോടെ ഉണ്ട്. എന്റെ മുഖം എടുത്തുകൊണ്ട്
പോയ ആരെങ്കിലും വീക്കാനെങ്കിലും ഉപയോഗിക്കാം. എന്തായാലും തണ്ടർ ബോൾട്ട് കിട്ടി. അപ്പൊ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. കാരണം ദൈവങ്ങളിൽ ദൈവമായ സിയൂസിനിട്ടാണ് പണി കൊടുത്തിരിക്കുന്നത്. അതും അയാളുടെ കോട്ടയിൽ കയറി. തോർ കോർഗിനോട് പെട്ടെന്ന് ആടുകളെ വിളിക്കാൻ പറയുവാണ്. ആടുകൾ വരാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ശബ്ദം കോർഗ് അങ്ങോട്ട് ഉണ്ടാക്കി. ഈ സമയത്ത് തോർ കോർഗിന്റെ മുഖം എടുത്ത് വാൾക്കേറിക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരിക്കലും കോർഗിനെ വിട്ടുകളയരുതെന്ന് പറയുന്നു. അവിടേക്ക് ഓടി വന്ന ചില ബാക്കിയുള്ള ഭടന്മാരെ അവര് 3 പേരും കൂടി നേരിടുന്നുണ്ട്. ഈ സമയത്ത് വാൾക്കേറി തണ്ടർ ബോൾട്ട് കയ്യിലെടുക്കുന്നു. കോർഗ് നേരത്തുണ്ടാക്കിയ ശബ്ദം കേട്ട് ആടുകൾ കപ്പൽ കൊണ്ട് അങ്ങോട്ട് വരുന്നു. അതിന്റെ മുന്നിൽ ബൈഫ്രോസ്റ്റ് തുറന്ന് സ്റ്റോം ബ്രേക്കറും ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി കപ്പലിൽ കയറി പോകാൻ റെഡിയായി. അതിന്റെ ഇടയ്ക്ക് വാൾക്കേറി അവിടെ നിൽക്കുന്ന ഒരു ദാസിയുടെ കയ്യിൽ ഒരു കിസ്സും കൊടുക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? ഈ സമയത്ത് തോർ പോയി സ്റ്റോം ബ്രേക്കർ പിടിച്ച് ഒന്ന് മിന്നിക്കുന്നു. അതോടെ തോറിന്റെ അസ്ഗാർഡിയൻ ഡ്രസ് അവന്റെ മേലേക്ക് വരുവാണ്. അങ്ങനെ അവരവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ദേ നിൽക്കുന്നു 2 സെലസ്റ്റിയൽസിനെ പറ്റി നമ്മൾ പാർട്ട് 1 കേട്ടതാണ്. ആ പറഞ്ഞ സംഭവങ്ങളാണ് ഈ നിൽക്കുന്നത്. ഇവരും ദൈവങ്ങളെ പോലെ തന്നെയാ. ഇത് കുറെ പേരുണ്ട് കേട്ടോ. അതിൽ 2 പേര് മാത്രമാണിത്. അങ്ങനെ അവരെല്ലാവരും കൂടി ഓംനിപ്പൊട്ടന്റ് സിറ്റി എന്ന് പുറത്തേക്ക് പോയി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാത്ത 2 ദൈവങ്ങളുണ്ടായിരുന്നു. ഒന്ന് നമ്മൾ മൂൺ നൈറ്റിൽ കണ്ട ഈജിപ്ഷ്യൻ ദേവതയായിട്ടുള്ള, അതും കരിമ്പുലി ദേവതയായിട്ടുള്ള ബാസ്റ്റ്. ഈ ബാസ്റ്റ് ആണ് വക്കാൻഡയിൽ ആദ്യത്തെ ബ്ലാക്ക് പാന്തറിന് ആ മാന്ത്രിക ചെടിയിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തത്. കുറച്ചുപേര് കമന്റ് ചോദിച്ചു, ഈ പറയുന്ന ബാസ്റ്റ് എന്ന് പറയുന്ന കരിമ്പുലി ദേവതയുടെ അവതാരമാണോ ബ്ലാക്ക് പാന്തർ എന്ന്? അതായത് ഖോൻഷുവിന്റെ അവതാരമാണല്ലോ മൂൺ നൈറ്റ് അതുപോലെ. പക്ഷെ അങ്ങനെയല്ല, വഴി കാണിച്ചു കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ ബ്ലാക്ക് പാന്തർ ബാസ്റ്റിന്റെ അവതാരമൊന്നുമല്ല. പിന്നെ രണ്ടാമത് ഒരു ഗോൾഡൻ കളറുള്ള ഡ്രാഗണെ കൂടി കാണുന്നുണ്ട്. ഇത് നമ്മൾ ഷാങ്ചി കണ്ട ദ ഗ്രേറ്റ് പ്രൊട്ടക്ടർ എന്ന് പറയുന്ന ഡ്രാഗൺ ആയിരിക്കാം. അതിനുറപ്പൊന്നുമില്ല. പക്ഷെ ഏകദേശം അതുപോലെ തന്നെയുള്ള മറ്റൊരു ഡ്രാഗൺ ആയിരിക്കാം ഇത്. ദൈവങ്ങൾ പല രൂപത്തിലും പലപ്പോഴായിട്ട് വരാറുണ്ട്. സോ ഇത് ആ ഡ്രാഗൺ തന്നെയാണെന്നോ അല്ലെന്നോ പറയാൻ പറ്റില്ല. ഈ എറ്റേണിറ്റി എന്ന് നമ്മൾ മുന്നും കേട്ടിട്ടുണ്ട്. ഗോർ ആദ്യമായി നെക്രോസോഡ് കയ്യിലെടുക്കുന്ന സമയത്ത് ആ വാൾ അവനോട് പറയുന്നുണ്ട് എറ്റേണിറ്റിയിലേക്ക് പോകണമെന്ന്. സോ ഈ ഐഡിയ ഒക്കെ ഗോറിന് പറഞ്ഞു കൊടുക്കുന്നത് നെക്രോസ് സ്വോർഡാണ്. ഇനി എന്താണ് ഈ എറ്റേണിറ്റി എന്ന് കൂടി പറയാം. ഇത് നിങ്ങൾ എന്തായാലും കേൾക്കണം. കോസ്മിക് എൻറ്റിറ്റീസിൽ പെട്ടതാണ് എറ്റേണിറ്റി. കോസ്മിക് എൻറ്റിറ്റി എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തിവത്തായ ചില പ്രതിഭാസങ്ങളാണ്. ഇത് ആളുകളല്ല, അതുകൊണ്ടാണ് ഞാൻ പ്രതിഭാസം എന്ന് പറഞ്ഞത്. പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന് എറ്റേണിറ്റി, ഒന്ന് ഇൻഫിനിറ്റി, ഒന്ന് എൻട്രോപ്പി, ഒന്ന് ഡെത്ത്. ബിഗ് ബാങ് ഒക്കെ ഉണ്ടായി പ്രപഞ്ചം തുടങ്ങുന്ന സമയത്തേ ഉണ്ടായതാണ്. അതായത് സമയത്തിന് മുന്നേ ഉണ്ടായതാണ് ഈ 4 പ്രതിഭാസങ്ങളും. പ്രപഞ്ചത്തിന്റെ ആധാരശിലകൾ അല്ലെങ്കിൽ അതിന്റെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന പ്രധാന കാര്യങ്ങളാണ് ഇവർ. ഈ ഇൻഫിനിറ്റി സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സുമായി ബന്ധപ്പെട്ട മൈൻഡ് സ്റ്റോൺ, പ്രപഞ്ചത്തിലെ സ്ഥലങ്ങൾ അല്ലെങ്കിൽ സ്പേസുമായി ബന്ധപ്പെട്ട സ്പേസ് സ്റ്റോൺ, സമയവുമായി ബന്ധപ്പെട്ട ടൈം സ്റ്റോൺ, അങ്ങനെ 6 സ്റ്റോണുകൾ. ഈ സ്റ്റോണുകൾ ഒരു യൂണിവേഴ്സിൽ ഉണ്ടെങ്കിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ശരിയായ രീതിയിൽ പ്രവർത്തിക്കൂ. അതുപോലെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ 4 പ്രതിഭാസങ്ങൾ. ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിയിൽ മൊറാഗിലെ ഒരു ക്ഷേത്രത്തിൽ 6 ഇൻഫിനിറ്റി സ്റ്റോണുകളെ വട്ടം ചുറ്റുന്ന ഈ 4 പ്രതിഭാസങ്ങളുടെ പടം വരച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഡെത്ത് ആണ്. ഡെത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മരണം അല്ലെങ്കിൽ അവസാനം. അതെല്ലാ വസ്തുക്കൾക്കും, അത് ജീവനുള്ളതായാലും ഇല്ലാത്തതായാലും ബാധകമായിട്ടുള്ള കാര്യമാണ്. അതിനെയാണ് ഡെത്ത് സൂചിപ്പിക്കുന്നത്. എൻട്രോപ്പി എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ പരന്നു കിടക്കുന്ന ഈ സ്പേസിനെ അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളെ മൊത്തത്തിലാണ് സൂചിപ്പിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട കാര്യം അതാണ് ഇറ്റേണിറ്റി. ഇറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ ഈ മൊത്തം യൂണിവേഴ്സിന്റെ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള രൂപമാണ്. അതായത് ഈ മൊത്തം യൂണിവേഴ്സിനെയും സൂചിപ്പിക്കുന്ന ഒരു പ്രതിഭാസം. അതാണ് ഇറ്റേണിറ്റി. ഇറ്റേണിറ്റിയുടെ രൂപം കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാവും. സോ ഈ എറ്റേണിറ്റിയുടെ മുന്നിൽ ചെല്ലുമ്പോഴാണ് ആദ്യം ചെല്ലുന്ന ആളുടെ ആഗ്രഹം അത് നടത്തി കൊടുക്കുക. ഞാനതൊക്കെ പറഞ്ഞതേ ഉള്ളൂ, അതാലോചിച്ച് വലിയ തല പോയിക്കേണ്ട. സത്യം പറഞ്ഞ ഇതിലെ ഈ ഡെത്ത് എന്ന് പറയുന്ന കാര്യം ഇനിയും പല സ്ഥലത്തും കടന്നു വരും, പല രൂപത്തിൽ, പല ഭാവത്തിൽ. ആ ഡെത്തിന്റെ ഒപ്പം ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരു മന്ത്രവാദിനിയും ഉണ്ടാവും. ഇനി എന്താണ് സംഭവിക്കുക? ഈ തണ്ടർ ബോൾട്ട് വെച്ച് തോറിനും ടീമിനും ഗോറിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഗോർ ഇറ്റേണിറ്റിയുടെ മുന്നിലേക്ക് എത്തുമോ? അവൻ വരം ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റേണിറ്റി അത് കൊടുക്കുമോ? പിള്ളേരെ രക്ഷിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. അപ്പൊ ഇനി ഒരു പാർട്ടും കൂടിയേ ഉള്ളൂ, അതും മാസമായിരിക്കും. സോ വൺസ് അഗൈൻ ഇറ്റ്സ് മീ അമിത് signing out.